So welcome guys, welcome to Glitch Poppy Live. So ഇത് നമ്മുടെ ഫസ്റ്റ് സ്ട്രീമിംഗ് ആണ്, എക്സ്പ്ലോറിംഗ് ഡേ 1 ഇൻ ജപ്പാൻ. സോ ഫോർസ ഹൊറൈസൺ 6 വെച്ചാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഇത് തുടങ്ങുന്നതെന്നുള്ളൂ, നമ്മൾ എല്ലാ ഗെയിം ട്രൈ ചെയ്യും. സ്റ്റോറി ഗെയിംസ് ആയിരിക്കും മോസ്റ്റ്ലി ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇത് പിന്നെ ഇപ്പോൾ എടുത്തതെന്ന് വെച്ചാൽ പുതിയതായിട്ട് ഇറങ്ങിയ ഗെയിമാണല്ലോ, സോ ഇതിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. സോ അതാണ് ഫോർസ സെലക്ട് ചെയ്തത്. ശേഷം നമുക്ക് എല്ലാ ഗെയിംസും ട്രൈ ചെയ്യാം. സോ ഫോർസ ആരുടെയും ഗെയിം പ്ലേ അധികം കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ നമുക്ക് നോക്കാം. But you are going to love it here. ഓ, ജപ്പാനോട് നല്ല വിഷ്വൽസ് ഒക്കെ ഉണ്ട് ഗൈസ്. ഐ തിങ്ക് നല്ല കിട്ടുന്ന വിഷ്വൽസ് ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. വേറെ ലെവൽ വിഷ്വൽസ് ആണ് ജപ്പാൻ. Jordan will be here anyway. I've been busy getting everything ready. We've got the sofa to crash on for a while. സ്റ്റാർട്ടിങ് നമുക്ക് നിസാൻ GTR ആണെന്ന് തോന്നുന്നു. സ്റ്റാർട്ടിങ് കാർ റേസ് കയറുന്നത്. സോ ഗൈസ്, എനിക്ക് സംസാരിച്ചതിന് ശീലമൊന്നുമില്ല, ഞാൻ ഇൻട്രോവേർട്ട് ആണ്. സോ സ്റ്റാർട്ടിങ് ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ബെറ്റർ ആവുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. നോക്കാം, ഇതിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. സോ എന്തെങ്കിലും തെറ്റ് എന്തെങ്കിലും ക്ഷമിക്കണം. ഓക്കെ, സോ നമുക്ക് ഗെയിം തുടങ്ങാം, നോക്കാം. ഓ ഗൈസ്, ഗ്രാഫിക്സോ ഗൈസ്, ഏതാ ഗ്രാഫിക്സ് അല്ലേ. സ്റ്റാർട്ടിങ്ങിന് റേസ് ആണെന്ന് തോന്നുന്നു. ലെറ്റ്സ് ഗോ ഗൈസ്. വലിയ ലാഗൊന്നും ഫീൽ ചെയ്യുന്നില്ല, സ്മൂത്ത് ആണ് ഗൈസ്. ഗ്രാഫിക്സ് നോക്ക്, ഏതാ ലെവലല്ലേ, രക്ഷയില്ല ഗൈസ്, രക്ഷയില്ല, ഒന്നും പറയാനില്ല. ഓ, വണ്ടിക്ക് കൺട്രോൾ ഒന്നുമില്ല ഗൈസ്, അത്ര എളുപ്പമാണ് എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ട്. സ്റ്റിയറിംഗ് ഒക്കെ വെച്ച് കളിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതൊന്നും ഇപ്പം വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കീബോർഡ് തന്നെ ആയിരിക്കും കളിക്കുന്നത്. വളവിൽ ഭയങ്കര ഇതാണ്, വണ്ടി വളയുന്നേ ഇല്ല. ഞാൻ ക്രൂറ്റ് കളിച്ചിട്ടുണ്ടായിരുന്നു കുറേ കാലം, സോ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വന്നതാണ്. അതിൽ കുറച്ചുകൂടി എളുപ്പമായിരുന്നു വളവൊക്കെ. ഇതിൽ വളയുന്നേ ഇല്ല വണ്ടി, അറിയില്ല എന്താണ് പ്രശ്നം. ഇതിങ്ങനെ ആയിരിക്കാം. സ്ട്രൈറ്റ് എങ്കിലും ഇവരെ ചേസ് ചെയ്താൽ കിട്ടുമെന്ന് എനിക്കറിയില്ല, നോക്കാം. നിങ്ങൾ ഗ്രാഫിക്സ് കാണുന്നുണ്ടല്ലോ, അത് അന്യായ ഗ്രാഫിക്സ് ആണ്. ഞാൻ ലോയിലാണ് ഇട്ടിട്ടുള്ളത് ഗ്രാഫിക്സ്, എന്നിട്ടാണ് ഈ ക്വാളിറ്റി കിട്ടുന്നത്. വണ്ടി മാറിയെന്ന് തോന്നുന്നു, അടുത്ത വണ്ടിയായി. എവിടെയാണെന്ന് സ്ഥലം അറിയില്ല, നോക്കാം. ഓഫ് റോഡാണ്, ഐസിലാണ്. ഇതൊക്കെ ഗെയിം പ്ലേ കുറച്ച് കണ്ടിട്ടുണ്ട്, സ്റ്റാർട്ടിങ് കുറച്ച് കണ്ടിട്ടുണ്ട്. സോ ഇതൊക്കെയും കണ്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കാരണം കുറേ പേര് ഓൾറെഡി ലൈവൊക്കെ ഇട്ട് കഴിഞ്ഞാണ് ഇതൊക്കെ. ഇത് നൈട്രൊന്നും ഇല്ലാന്ന് തോന്നുന്നു, നൈട്രോ ഞെക്കിട്ടൊന്നും കേട്ടില്ല. നോക്കാം. ഓ ഗൈസ് ഗൈസ്, ഓ വളവിൽ വണ്ടിക്ക് ഒട്ടും കൺട്രോളില്ല ഗൈസ്. ജയിക്കു തോക്കു എന്നൊന്നും എനിക്കറിയില്ല. സ്റ്റാർട്ടിങ് റേസാണ്ട് തോറ്റാൻ കുഴപ്പമില്ലാന്ന് തോന്നുന്നു, പ്രശ്നമില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് നോക്കാം, നമുക്ക് ഞാൻ ഇവിടെ വരെ എത്തും. ഓ ഇടയ്ക്ക് ചെറിയ ഫ്രെയിം ഡ്രോപ്പ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. വിഷ്വൽ ക്വാളിറ്റി കൂടിയോണ്ടായിരിക്കാം ചിലപ്പം. ലൈവ് സ്ട്രീം ഒക്കെ ഫസ്റ്റ് ടൈം ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കാം ഫ്രെയിം ഡ്രോപ്സ് എനിക്ക് തോന്നുന്നു, അറിയില്ല. നോക്കാം. ചെറിയ റേസാന്ന് തോന്നുന്നു, 80% കംപ്ലീറ്റ് ആയി ഓൾറെഡി. നോക്കാം. GP ഒക്കെ 100% യൂട്ടിലൈസേഷൻ ഉള്ളത്. നോക്കാം. അതുകൊണ്ടായിരിക്കും FPS ഡ്രോപ്പ്, പിന്നെ ഹീറ്റ് ആവുന്നില്ല, സോ അതുകൊണ്ടായിരിക്കാം FPS ഡ്രോപ്പ് വരുന്നത്. ഇതൊരു സ്റ്റാർട്ടിങ് സ്ട്രീമായിട്ട് ഉണ്ടാവും മതി, ഇത് അധികം ലെങ്ത് ഉണ്ടാവില്ലായിരിക്കും, ചിലപ്പോൾ വേഗം സ്റ്റോപ്പ് ചെയ്യായിരിക്കും.
ഒരു ബിഗിനിങ് സ്ട്രീം ആയിട്ടുണ്ട്. അത് നാളെ സൺഡേ അല്ലേ, നാളെ കുറച്ചധികം നേരം സ്ട്രീം ചെയ്യാൻ വരാം. മിക്കവാറും ഫോർസ് തന്നെ ആയിരിക്കും. വേറെ ഗെയിം ഇപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല. വേറെ ഏതെങ്കിലും വെറൈറ്റി ഗെയിംസ് എടുക്കാൻ നോക്കട്ടെ, എടുത്തെങ്കിലും സ്ട്രീം ചെയ്യാം. ലൈക്ക് എനിക്ക് റെക്കമെൻഡ് ചെയ്യാം ഏതെങ്കിലും ഗെയിംസ് ഒക്കെ. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം തന്നെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഒക്കെ ചെയ്യുക, ലൈവിലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ആ പെണ്ണെന്തൊക്കെയോ ജപ്പാനിൽ പറയുന്നുണ്ട് ഗൈസ് റേഡിയോയില്. അയ്യോ പോയി ഗൈസ്, പോയി ഗൈസ്. പെണ്ണ് പറഞ്ഞു വന്നപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു കയ്യിൽ നിന്ന് പോകുന്നു. ആ പെണ്ണെന്തൊക്കെ പറഞ്ഞു വന്നാൽ ജപ്പാനിൽ, എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു പോയി. നമ്മൾ ആര് പറയുന്നത് കേൾക്കാൻ നിൽക്കരുത്, ഇതുപോലെ അവസ്ഥ, മനസ്സിലായോ? അയ്യോ പോയി, പോന്നു വീണ്ടും. ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി, ഗെയിം അത്ര സിമ്പിൾ അല്ല. സ്ട്രേറ്റ് റോഡൊന്നും കുഴപ്പമില്ല, പക്ഷെ വളവാണെങ്കിൽ നല്ല പണിയാണെന്ന് മനസ്സിലായി. അത്യാവശ്യം നല്ല പണിയാണ്. എന്റെ വോയിസ് ഒക്കെ ക്ലിയർ അല്ലേ? ആരായാലും കാണുന്നുണ്ടാവും. ഇതിൽ റാങ്ക് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു, ഇത് കുഴപ്പമില്ല. ഇത് ജസ്റ്റ് റാൻഡം വെറുതെ റേസ് ആണെന്ന് തോന്നുന്നു. സോ വലിയ കുഴപ്പമില്ല. ആര് നിൽക്കടാ? അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഫോളോ ചെയ്യണം. ഞാൻ പ്രത്യേകം പറയുന്നില്ല, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കുമല്ലോ അല്ലേ. പിന്നെ ഞാൻ ഈ പരിപാടി ആദ്യമായിട്ടാണ്, സോ എനിക്ക് ഇതിൽ പരിചയമൊന്നുമില്ല. സ്ട്രീമിങ്ങും ഇതൊന്നും ആൾക്കാരോട് സംസാരിച്ചൊരധികം പരിചയമില്ല എനിക്ക്. സോ സംസാരിച്ച് ഓക്കെ ആവുമായിരിക്കാം എന്ന് വിചാരിക്കുന്നു. കാറ് മാറിയെന്ന് തോന്നുന്നു. ഇതേതോ പുതിയ വണ്ടി കിട്ടിയിട്ടുണ്ട്. ഏതാ വണ്ടി എന്ന് എനിക്കൊരു പിടിയില്ല. ഏത് GT എന്നൊക്കെ ചെയ്തിട്ടുണ്ട്, ഏതാ വണ്ടി എന്നറിയില്ല. നോക്കാം. ഏതോ സ്കോട്ട് എന്തൊക്കെയാ പറയുന്നുണ്ട് ഗൈസ്. അവൻ അവിടെ എത്തിയെന്ന് തോന്നുന്നു ഫെസ്റ്റിവൽ സൈഡില്. വണ്ടി കയ്യിൽ നിൽക്കുന്നില്ല സത്യം പറഞ്ഞാൽ. ഇത് പ്രോട്ടോടൈപ്പാ ഗൈസ്, GRGT പ്രോട്ടോടൈപ്പ് ആണ് വണ്ടി. അതിപ്പോ സ്പോട്ട് വന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇത് എനിക്കറിയില്ലായിരുന്നു ഏതാ വണ്ടി. ഫ്രണ്ട് പോകുന്ന പോർഷ ഉണ്ടോ, അതെന്റെ ഫേവറേറ്റ് വണ്ടി റിയൽ ലൈഫിൽ. വാങ്ങണൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ പൈസ ഇതിനകത്തോണ്ട് വാങ്ങുന്നില്ല. അപ്പോൾ നമുക്ക് ഗെയിമിലങ്ങ് വാങ്ങാൻ നോക്കണം. ഓ അത് ഡ്രിഫ്റ്റ് ചെയ്തല്ല ഗൈസ്, കയ്യിൽ നിന്ന് പോയതാണ്, പക്ഷെ ഡ്രിഫ്റ്റായി കറക്റ്റ്. ആരെങ്കിലും സ്ട്രീം കാണുന്നെങ്കിൽ കമന്റ് ഒക്കെ ഇടണം. സോ എന്നാലും എനിക്ക് മനസ്സിലാവും നിങ്ങൾ കാണുന്നുണ്ടെന്നൊക്കെ. ഓക്കെ, സോ നമ്മൾ എത്തിയെന്ന് തോന്നുന്നു ഹൊറൈസൺ ഫെസ്റ്റിവലിൽ. ഇവിടെ നിന്നായിരിക്കും നമ്മുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓ നമ്മളെ ക്യാരക്ടർ ആദ്യം സെറ്റ് ചെയ്യണം തോന്നുന്നു. ഇത് നമുക്ക് മെലിഞ്ഞു പോയി, മതി. ആവറേജ് കളണ്ടാം. വേറെ എനിക്ക് ഇഷ്ടപ്പെട്ടത്
ഇത് കൊള്ളാം അല്ലേ? എയർ കളർ ബ്ലാക്ക് തന്നെ പോരെ? ബ്ലാക്ക് തന്നെ മതി. കോസ്മെറ്റിക്സ് അതൊന്നും വേണ്ട അല്ലേ? ഇതിനെ വെറുതെ വേണ്ട ബോറാവും. അത് വേണ്ട. ഇതെന്ത് ആംപ്ലിഫിക്കേഷൻ ആരും വേണ്ട, എന്താണെന്ന് പോലും അറിയില്ല. ഹിയർ ഹിം. സോ നമ്മുടെ ക്യാരക്ടർ റെഡി. ഡ്രസ്സൊന്നും മാറ്റാൻ പറ്റുന്നത് എനിക്കറിയില്ല. കറന്റ് നെയിം റൂക്കി. ഓക്കെ, ഇത് നമുക്ക് കസ്റ്റം പേര് കൊടുക്കാൻ പറ്റില്ല വൈസ്, എനിക്കറിയില്ല. നെയിമിൽ നമുക്ക് എനിക്കറിയില്ല കസ്റ്റം പേര് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. വോൾഫ് കൊടുക്കാം. തൽക്കാലം ഇത് വോൾഫ് ഇരിക്കട്ടെ. എന്തൊക്കെയോ സെലക്ട് ആയിട്ടുണ്ട്, എനിക്കൊരു ഐഡിയ ഇല്ല. Hey. I can't believe we're all here. Make yourself at home. Whatever you need, just ask. ഇതാണ് മെയ്, ഇവളുടെ പേര് മെയ്. We've talked about this for മറ്റേ so ജോർദാൻ. long, and it's actually happening. So, ഇവരെന്തൊക്കെയോ പറഞ്ഞോണ്ട് വരുന്നുണ്ട്, നോക്കാം. Glad you asked. I know the two of you dropped everything to be here, so I got you both a little care package. Everything you need to make the most of your time here. First things first. When in doubt, explore. ഓ ഗൈസ്, വളരെ വലിയ മാപ്പാണ് തോന്നുന്നത്. അത്യാവശ്യം വളരെ വലിയ മാപ്പാണ്. I've been back here 5 years already. റിയൽ and ജപ്പാൻ haven't അതേപോലെ experienced ഒപ്പിയെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. So, take this journal and document everything. I can't wait to see what you Okay, both guys. discover. And I expect photographic evidence. Of course, if you need a guided tour, I've got you covered. I'm sure you both want to earn some cash. But with your driving skills, finding a job will be easy. tell me, what's the local racing scene like? How about street racing at night in Tokyo City? And if that wasn't enough, I have one word for you. Toge. ഓ ജാതിയല്ല ഗൈസ്, ഏതാ ട്രാഫിക്സ്. Hey mate, this is great, thanks. We couldn't do this without you. Though someone forgot to bring a ഓ car. ഗൈസ്, എനിക്ക് കാറില്ല ഗൈസ്. എനിക്കൊരു worry. കാർ ഇവര് തരും തോന്നുന്നു. I got you. ആണോ, ഏതൊരു കാർ തരാന്നൊക്കെ പറഞ്ഞ് തോന്നുന്നുണ്ട് മെയ്. നോക്കാം മെയ് ഏതെങ്കിലും കാർ വാങ്ങിച്ചിട്ടുണ്ടോ. ബാക്കിൽ മാരുതി 800 കാണുന്നത്. Prepped these myself. And ഓ what's mine? ഗൈസ്, is ഇതിൽ ഏത് yours. സെലക്ട് ചെയ്യും ഗൈസ്? Take your pick. സിൽവിയ, സെലിക്ക, ജിമ്മി. The other two, you I can use think- anytime. കാണാൻ രസം സിൽവിയ അല്ലേ? ജിമ്മി ആയിട്ട് പോയി റേസ് ഇപ്പൊ ജയിക്കുമ്പോൾ തോന്നുന്നത് SUV അല്ലേ? സിൽവിയ എടുക്കാം. നിസാൻ സിൽവിയ തുടങ്ങാല്ലേ? എടുത്ത് നോക്കാം എന്താ I got അവസ്ഥ the എന്നറിയില്ല. Sylvia നോക്കാം. fitted out with the original Rocket Bunny body kit. ഒരു റോക്കറ്റ് ബണ്ണി Pick up a ബോഡി കിറ്റ് road ഒക്കെ ഉണ്ട് race പോലും. and make a statement. അതൊക്കെ ഓൾറെഡി അവള് സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് മെയ്. കൊള്ളാം, ഇന്റീരിയർ ഒക്കെ കൊള്ളാം. ഓവറായിട്ടൊന്നുമില്ല, സാധാരണ ബേസ് തന്നെ. കാർക്കരാം നോക്കാം. Make this ഓ plate your നമ്പർ own, പ്ലേറ്റ് ഉണ്ടോ? just so we know it's you. നമുക്ക് നമ്മുടെ പേരുണ്ട് ജസ്റ്റ് ലിച്ച് ഓഫ് ചെയ്തിട്ടാലോ? എങ്ങനെ ഉണ്ടാവും അല്ലേ? വെറൈറ്റി. ഓ പി ഗൈസ്, യാ ലിച്ച് യോ. ഓ ആയിപ്പോയി. ഓ പി ഗൈസ്, പ്ലീസ് വെയിറ്റ്. ഇതൊക്കെ വർക്ക് Okay, ആവും. യാ that ഗൈസ്, works. വർക്ക്. Now, let's head out. I have something ലിച്ച് lined ഓഫ് up. നമ്മളെ യുണീക്ക് First നമ്പർ stop, പ്ലേറ്റ്. Tokyo അത് കൊള്ളാം അല്ലേ? City. നമ്മുടെ ഇൻ ഗെയിം നെയിം തന്നെ അവിടെ കൊണ്ട് ഇട്ടപ്പോൾ അതൊരു വെറൈറ്റി കൊള്ളാം. കൊള്ളാം. ഓ നൈസ് 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 നൈസ്. ഇതിന് വലിയ സ്പീഡൊന്നും ഇല്ല തോന്നുന്നു. ഇത് മാക്സിമം എത്രയാണ് തോന്നുന്നത്. ഇതിന് ഇത്ര സ്പീഡിലൊന്നും തോന്നുന്നു ഗൈസ്. അതുകൊണ്ടാണ് ആരും സംസാരിക്കുന്നുണ്ട് ഗൈസ്, എനിക്കറിയില്ല ആരാ. Welcome to Tokyo ആ City. മെയ് ഇപ്പൊ എന്താ പറയുന്നുണ്ട്? There's a buzz around the place right now. I'll show you around, but stay close. Events are getting set up all the time.
roadblocks. Just follow me. I know these roads like the back of my hand. ഇവരൊക്കെ എവിടെ ഓടിക്കുന്നത് ഗൈസ്? ആ ജോർദനാണ് വന്നിടിച്ചത്, ഞാനല്ല. ഞാൻ വളച്ചോണ്ട് പോയായിരുന്നു. അവൻ വന്നിടിച്ചിട്ടാണ് എൻ്റെ കൺട്രോൾ പോയത്. വണ്ടിയുടെ സൈഡ് നോക്കണം. പുതിയ വണ്ടിയാണ്. പിന്നെ മെയ്യോട് എന്ത് സമാധാനം പറയും. Change of plan. Take a left through the stadium. നല്ല FPS ഡ്രോപ്പ് ഉണ്ട്. സംഭവം എന്താണെന്ന് എനിക്കറിയില്ല. അത് ഓവർ ഹീറ്റ് ആവുന്നുണ്ടാന്ന് തോന്നുന്നു. അത് ഞാൻ സെറ്റാക്കാം. നെക്സ്റ്റ് ടൈം ആകുമ്പോഴേക്ക് സെറ്റാക്കാൻ നോക്കാം. ഇനി നമുക്ക് ബേസിക് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. ബേസിക് ട്യൂട്ടോറിയൽ പോലെ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നോക്കാം. മാക്സിമം അത്രേ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. കാരണം എനിക്ക് ഈ ചെറിയൊരു ലാഗ് ഉണ്ട്. ഈ ലാഗിൽ സ്മൂത്തായിട്ട് റേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ തോന്നുന്നില്ല. സോ അതിൻ്റെ ലാപ്പ് ഒന്ന് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഗൈസ്. ഉള്ളിൽ ഫാനിലൊക്കെ പൊടിയുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇടയ്ക്ക് ബോട്ടിലിനൊക്കെ അടിക്കുമ്പോൾ ഇവർ പെർഫോമൻസ് റെഡ്യൂസ് ചെയ്യും. അതാണ് പ്രശ്നം വരുന്നത് തോന്നുന്നു. അത് സെറ്റാക്കേണ്ടി വരും. അല്ല ഇപ്പം നടക്കില്ല. ഇത് ഗൈസ് എനിക്ക് അവരെ ഫ്രണ്ട് ചെയ്യാനും പറ്റില്ല ഗൈസോ. ഇത് ഇങ്ങനെ പറ്റും. ഇത് അങ്ങനെയാണ് ഈ പോകുന്ന. ഞാൻ സ്പീഡ് വിട്ടു, അവരെ സ്പീഡ് വിട്ടു. റേസ് അല്ല, സോ ഇങ്ങനെ പോകാൻ പറ്റും. A chance to race around a new Horizon event route. It's just a taster, but hey, surprise. പുതിയ ആരോ നമ്മളവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. UG എന്ന് പറഞ്ഞ ആരോ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവൻ ആരെന്ന് എനിക്കറിയില്ല. അവനും ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ടീമിൽ. ഇപ്പം UG ഉണ്ട്, മെയ് ഉണ്ട്, ജോർദൻ ഉണ്ട്. 3 ആൾക്കാരുണ്ട് നമ്മുടെ ടീമിൽ. ഓക്കെ. UG സ്ലോ ആണെന്ന് തോന്നുന്നു. അവൻ ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റി. അല്ല UG എല്ലാം ഓവർടേക്ക് ചെയ്തല്ലേ, വേറെ UG അല്ല ഗൈസ്. നമ്മളങ്ങനെ ഹൊറൈസൺ ഈവന്റിൽ എത്തിയെന്ന് തോന്നുന്നു. Let me introduce Yuji-san and Keiko-san. When they're not at the Oh, workshop Yuji-san and perfecting their Keiko-san. builds, they help set up races for the festival. Please, just Yuji is okay. ഇവരാണ് നമുക്ക് ബിൽഡൊക്കെ ചെയ്ത് തോന്നുന്നു വണ്ടിയുടെ. We need you to make sure it's വർക്ക്ഷോപ്പ് ഒക്കെ fun. Make sure it's Horizon. Plus, it wouldn't really be Horizon if we didn't make it a race. So, up for it? Of course. Do you even need to ask? Well, I also need someone to test the tune on my R32. പുള്ളിയുടെ R32 ട്യൂൺ ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് മിക്കവാറും ആ കാർ ഓടിക്കാൻ തരുമായിരിക്കും. പുള്ളിനെ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട് R32. സോ നമ്മളത് ടെസ്റ്റ് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളി ട്യൂൺ ചെയ്ത് വെച്ചത് നമ്മൾക്ക് തന്ന വണ്ടിയല്ല. പുള്ളി ട്യൂൺ ചെയ്ത് വെച്ച് ജസ്റ്റ് ടെസ്റ്റ് നോക്കാൻ വേണ്ടി, ഒന്ന് ഓടിച്ച് നോക്കാൻ വേണ്ടി തന്നതാണ്. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ നമുക്ക്. എനിക്ക് FPS ഡ്രോപ്പ് ഉണ്ട് കഴിച്ചത്, അതാണ് പ്രശ്നം. അതുകൊണ്ട് എനിക്ക് അറിയില്ല എത്രമാത്രം നന്നായിട്ട് കളിക്കാൻ പറ്റുമെന്ന്. ജയിച്ച പറ്റുന്നൊക്കെയാണ് മെയ് പറയുന്നത്. എനിക്കറിയില്ല, നോക്കാം. ഷാർപ്പ് ടേണാ കഴിയുന്ന എല്ലാത്തിലും. ഈ ഷാർപ്പ് ടേൺ ഭയങ്കര പ്രശ്നമാണ് എനിക്ക്. കണ്ടോ കണ്ടോ, അതിനിടെ കൂടെ UG വന്ന് ഇടിക്കുകയും ചെയ്തു. നേരെ പോടാ. ഇത് ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല, ഒന്നാമത്തെ കാര്യം. കാരണം ഷാർപ്പ് ടേൺ നമുക്ക് എൻ്റെ കൺട്രോൾ പോവാണ്. ഇല്ല, അവിടെ നിന്ന് നീട്ടി. പിന്നെ ഹൊറൈസൺ മാർഷലിനെ കൂടി ഓവർടേക്ക് ചെയ്യണം. സ്ട്രെയിറ്റ് ആണെങ്കിൽ ഈസി ആയിട്ട് കിട്ടുമായിരുന്നു കേസ്. വളവാണ് മെയിൻ പ്രശ്നം. ഞാൻ പലരുടെ ഗെയിം പ്ലാൻ ഞാൻ സിമ്പിളായിട്ട് വിചാരിച്ചു. സിമ്പിൾ അല്ല, അത്ര പണിയുണ്ട്. ഫസ്റ്റായി പൊസിഷൻ, പക്ഷെ ഇത് കീപ്പ് ചെയ്യേണ്ടെങ്കിൽ കുറച്ച് പണിയാകും തോന്നുന്നു. കണ്ട, ഞാൻ പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും മേടിച്ചു. അതെല്ലാവന്മാരും കയറി പോകുന്നുണ്ട്. ഇതാണ് പ്രശ്നം. നമ്മൾ ഒരു ഇത് പോയാൽ മൊത്തം കയ്യിൽ നിന്ന് പോകും. തേർഡ്
ഫസ്റ്റ് എത്തിയിട്ട് ശരി നല്ല ടേൺ വരുന്നുണ്ട്. അവിടെ നിന്ന് പോയാൽ കയ്യിൽ പോകും, പിന്നെ ജയിക്കാനുള്ള സമയം ഉണ്ടാവില്ല. ഓ പിന്നെ ഫുൾ ടേൺ ആണ് ഗൈസ്, ഇതാണ് പ്രശ്നം. ഫ്രണ്ടിൽ എങ്ങനെയാണ് കയറി എത്തി, പക്ഷെ ഈ ടേൺ വരുമ്പോൾ കയ്യിൽ പോകും വണ്ടി. ഒടിക്കല്ലേ. ഗൈസ് ഓക്കെ സെറ്റ്, ജയിച്ചു. അത്രേ ഉള്ളൂ ഗൈസ്, അത്രേ ഉള്ളൂ. നമ്മൾ ആ FPS ഡ്രോപ്പിൽ നമ്മൾ ജയിച്ചു, അതാണ്. സിമ്പിളായിരുന്നു തോന്നുന്നു, അതുകൊണ്ടായിരിക്കും. ആ ഹൊറൈസന്റെ വണ്ടിയൊക്കെ വലിയ വണ്ടിയായി നോക്കണം. അവന്റെ പവർക്ക് 600 ഉണ്ട്, നമ്മളെ 540 ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ജയിച്ചു. പക്ഷെ ബോട്ടാണ് അപ്പത്തുള്ളത്, നമുക്ക് പറയാൻ പറ്റില്ല. ഓടി തോറ്റിട്ടുണ്ടെങ്കിൽ വളരെ മോശം. Okay, looks like the route walks well, as does the tune on that R32. Good work, everyone. Thank you. Getting to race on an പുള്ളി actual ട്യൂൺ Horizon കിട്ടില്ല എന്നൊക്കെ track പറയും. is enough. It's all ആ practice, സെലസ്റ്റൻ eh? ഒക്കെ ഹായ് Well, ചോദിക്കണ്ടേ, ഹായ് we'll need സെലസ്റ്റൻ. it. ഗൈസ് എൻ്റെ ഫ്രണ്ടാണ് ഗൈസ്, വേറെ Considering I've ആരുമില്ല. signed us up for the qualifiers. Mate, this is amazing. Thank you. In that case, next time we meet, I'll expect you'll have your wristbands. So, go qualify. എൻ്റെ സെലസ്റ്റൻ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് പറയാൻ പറ്റുമോ? അക്കരയിലുണ്ടെങ്കിൽ പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട്. ക്വാളിറ്റി ഇഷ്യൂ ഒന്നുമില്ലല്ലോ അല്ലേ? ആ ഓക്കെ, കുഴപ്പമില്ല. വോയിസ് ഒക്കെ ക്ലിയർ അല്ലേ? ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, നോ ഇഷ്യൂ, അത് കേട്ടാൽ മതി. എന്താ ഗൈസ് ലോഡാവാത്ത ഹൊറൈസൺ ഫെസ്റ്റിവലിൽ ആ പോകട്ടെ. ആ ഗൈസ് മഴ പെയ്തോളൂ, മഞ്ഞൊക്കെ ആയി. മഞ്ഞല്ലേ, വിന്റർ ആയി ഗൈസ്, വിന്റർ വിന്റർ. Welcome to the winter qualifiers, our path to the festival and our first wristband. Standing in our way Okay. is the Horizon Invitational. So, we need to prove ourselves first in these qualifier events. Complete enough of these and we'll have a place in the Invitational. First step on the road to Legend Island. Better get to it. What do you want to do first? നമുക്ക് ആദ്യം ചെറിയ എന്തെങ്കിലും പോയി നോക്കാം. ആ ഇത് ജസ്റ്റ് സ്പീഡിലുള്ള റീസിലാണ്. Straight to a PR stud. Bold choice. I guess if you want to get to that Horizon Invitational, this is the way to do it. ഓക്കെ, പോയി നോക്കാം. 1.6 മൈൽസ് ഉണ്ട് ഗൈസ്. ഇത് പോയി നോക്കാം. ഈ വണ്ടിയുടെ സ്പീഡിൽ കയറാൻ പറ്റും എനിക്കറിയില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം ട്രൈ ചെയ്ത് നോക്കാം. ഇതില്ലെങ്കിൽ വേറെ വണ്ടി വല്ലതും എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. ആ ചെറിയ ലാഗ് ഉണ്ട്, എനിക്ക് FPS ഡ്രോപ്പ് ഉണ്ട്, എന്താണെന്നറിയില്ല പ്രശ്നം. ലാഗ് ഉണ്ട് ചെറുതായിട്ട്, മേ ബി ഓവർ ബീറ്റിംഗ് കൊണ്ടായിരിക്കാം. ചെറിയ ലാഗ് ഉണ്ട്. ഇവിടെ സ്പീഡിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല, കാരണം നല്ല വളവൊക്കെ വരുന്നുണ്ട്. അവിടെ നിന്ന് ഇപ്പം സ്പീഡ് കുറച്ചിട്ട് പോയാൽ പിന്നെ സ്പീഡ് എടുക്കാനുള്ള ടൈം അവിടെ ഇല്ല. നോക്കാം, പോയി അവിടെ എത്തുമ്പോ സ്പീഡ് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. നോക്കട്ടെ, ഞാൻ പറഞ്ഞാണല്ലോ സ്പീഡ് ഉണ്ടാവില്ല, ഈ വണ്ടി കൊണ്ട് നടക്കില്ല. Horizon calls these PR stunts. The faster you go, 2 സ്റ്റാർ കിട്ടിയുള്ളൂ. ഇപ്പൊ ചെക്കായിട്ടാണുള്ളത്. ആ ഇപ്പൊ കുഴപ്പമില്ല, ചിലപ്പോൾ നെറ്റിൻ്റെ ഇഷ്യൂ ആയിരിക്കാം. ഞാൻ മൊബൈൽ ഡാറ്റയിലാണ് സ്ട്രീം ചെയ്യുന്നത്. വൈഫൈ ഒന്നുമില്ല ഇവിടെ, മൊബൈൽ ഡാറ്റയിലാണ്. ജിയോ 5G ആണ് സ്ട്രീം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നമുക്കല്ല കാർ എന്തെങ്കിലും വന്നോ നോക്കാം. ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, എന്തോ റിവാർഡ് കിട്ടിയിട്ടുണ്ട്. എന്തോ കാറോ എന്തോ. നോക്കാം. എന്തൊരു ബാഡ്ജ് കിട്ടിയിട്ടുണ്ട്.
സ്റ്റോറിൽ നമ്മൾ കാർപ്പ് എനിക്ക് ഫ്രീ ആണോ അത് പൈസ കൊടുക്കണം അറിയില്ല പൈസ വെറുതെ ഞാനോ പൈസ തന്നെയാണെന്ന് അറിയില്ല കാർസിന്റെ കിട്ടുന്നുണ്ടോ 4 കാറുണ്ട് എൻ്റെ കയ്യിൽ ഈ 4 കാറേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഓക്കേ നമുക്ക് അടുത്ത മിഷനിലേക്ക് പോകാം This is your map. It'll help you keep track of where you've already explored. And അവിടെ it looks like you have plenty more left to discover. സാർക്കിന്റെ FPV വ്യൂ ആണ് രസമാണ്. In 400 yards, turn അല്ലേ right. കൊള്ളാം അല്ലേ Turn right. ജസ്റ്റ് അത് റിയൽ പ്ലെയർ ആണെന്ന് തോന്നുന്നു അപ്പോൾ അത് ബോട്ടാണ് എനിക്ക് അറിയാം കേട്ടോ അല്ല അത് റിയൽ പ്ലെയർ ഡ്രൈവിംഗ് കണ്ട് അറിയാം അത് റിയൽ പ്ലെയർ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഇവരൊക്കെ ഇവിടെ നോക്കി ഓടിക്കുന്നത് നോക്കി ഓടിച്ചു You have arrived at your destination. റേസ് കണ്ടാ നോക്കാം Horizon qualifiers start here. See you at the starting grid. ഓക്കെ റോഡ് കണ്ടില്ല സുഖം തോന്നില്ല പക്ഷെ നോക്കാം ഇങ്ങനെ ഈ വണ്ടി എടുത്താൽ പോകേണ്ടത് കൺട്രോൾ ഉണ്ടോ എന്ന് പോലും അറിയില്ല നോക്കാം ഓഫ് റോഡ് ആണെന്ന് തോന്നുന്നു ഓഫ് റോഡ് ആണെന്ന് തോന്നുന്നു അറിയില്ല നോക്കട്ടെ ഈ വണ്ടിയൊക്കെ എടുത്ത് മഞ്ഞിലൂടെ പോകുമെന്ന് എനിക്കറിയില്ല ഡിഫിക്കൽട്ടും ചേഞ്ച് ചെയ്യുന്നില്ല ഇപ്പം എന്തായാലും ഇതിന് ഒരു സ്പീഡും ഇല്ലാന്ന് തോന്നുന്നു കേറുന്ന പോലും ഇല്ല ആ പച്ചക്കാർക്ക് കയറി പോണോട്ട് ഇതുകൊണ്ട് ജയിക്കുന്നെങ്കിലും പ്രതീക്ഷിക്കുന്നില്ല ഗൈസ് നോക്കാം പോകാണ്ട് കുഴപ്പമില്ല പക്ഷെ ഫസ്റ്റ് കിട്ടാൻ ഡൗട്ട് ഉണ്ട് കേട്ടോ സെക്കൻഡ് എത്തി ഏതോ അലൻ ബിസ്ക്കറ്റ്സിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മളുള്ളത് അലൻ ബിസ്ക്കറ്റ്സ് ഇതൊക്കെ പഴയ വണ്ടിയാണ് നമ്മളെ വണ്ടി അതിന് ബെറ്റർ ആണെന്ന് തോന്നുന്നു എന്നിട്ടും സ്പീഡ് ഇല്ലല്ലോ സ്ട്രിപ്റ്റ് ചെയ്യാനൊക്കെ പഠിക്കണം ഗൈസ് ടൈം എടുക്കും ഫസ്റ്റ് ഡേ അല്ലേ ഇങ്ങനെയൊക്കെ പറ്റും എല്ലാം നമുക്ക് ഫ്യൂച്ചറിൽ സെറ്റാക്കാം ഒരുത്തം തൊട്ട് പുറത്തിനുണ്ടെന്ന് തോന്നുന്നു ഞാൻ എവിടെയാലും ഒന്ന് ഇടിച്ച് അവൻ കയറിപ്പോവും വലിയ പ്രശ്നമാണ് അല്ലാതെ പുറകെ തന്നെ ഉണ്ടത് ഓ വയസ്സ് ഞാൻ പറഞ്ഞു തീർന്നില്ല ഞാൻ കൊണ്ടുവച്ചെന്ന് ചാർത്തി കൊടുത്തു അവൻ കയറി പോയി
കുഴപ്പമില്ല, ടൈം ഉണ്ടെന്ന് തോന്നുന്നു, പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു, നോക്കാം. ഈ റോഡാണ് വലിയ കുഴപ്പമുണ്ടാവില്ല, ഐസാണെങ്കിൽ അതിന് പ്രശ്നമില്ല, ഇനി കിട്ടുമെന്ന് തോന്നുന്നു. യെസ് 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 യെസ്, പോടാ 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 പോടാ. ഇടിക്കുമ്പോൾ വണ്ടി ഓഫായ പോലെയാണ്, ഫുൾ സ്പീഡ് അങ്ങ് പോവാം. അതാണ് മെയിൻ പ്രശ്നം. അവൻ വീണ്ടും കയറിപ്പോയി, അതാണ് മെയിൻ പ്രശ്നം. ഇവിടെ ഇപ്പൊ അവനെ കിട്ടുന്നില്ല, അവൻ വല്ലാത്തൊരു പോക്കാവും. കയറുമ്പോ അടുത്ത വളവെത്തും, വീണ്ടും കൈ പോകും, ഇതാണ് പ്രശ്നം. ഓ ജയിച്ചു 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 ജയിച്ചു, അത്രേ ഉള്ളൂ ഗൈസ്. പിന്നല്ല നമ്മൾ ജയിച്ചു, ഫസ്റ്റ് ടൈം ജയിച്ചു. ഓ ജസ്റ്റ് മിസ്സിനാണ് നമ്മൾ ജയിച്ചത്. നോക്കാം അവൻ്റെ ടൈമിങ് നോക്കും. ചെറിയൊരു ഇതിനാണ് ജയിച്ചത്, വളരെ ചെറിയത്. എക്സ്ബോക്സിന് എന്തൊക്കെയോ കംപ്ലീറ്റ് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ എക്സ്ബോക്സ് പാസ് വാങ്ങിയതാണ്, ഗെയിം അല്ല വാങ്ങിയത്. എക്സ്ബോക്സിന്റെ PC ഓൺലി പാസ് വാങ്ങി. സോ അതിലപ്പം കുറെ ഗെയിം കളിക്കാനും അങ്ങനെ വാങ്ങിയതാണ്. ഇത് ഒറ്റയ്ക്ക് വാങ്ങാൻ പോയ നഷ്ടമാണ്, നമ്മളെപ്പോഴും കളിക്കുന്നില്ല. സോ ആ റേസും കഴിഞ്ഞു. Hello, I'm Anna, ഇത് അന്ന your ഉണ്ട്, അന്ന. automated natural navigation assistant. Let me run through the new features in my latest software update. ഓ അന്നേരം എന്തൊക്കെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കണ്ടുപോലും. നോക്കാം എന്താണ്. In my latest update, you can now utilize the Auto auto drive drive. feature, drone mode, world builder, and the what's next suggestion feature. Let's explore that now. ഓക്കെ, Here I will recommend what you should do next. You haven't qualified for the Horizon Festival yet, so I've recommended a qualifier event for you. Select it and I'll update your route. ഓക്കെ നമ്മൾ ക്വാളിഫയർ ഇതുവരെ കഴിയാതെ ക്വാളിഫയർ ഈവന്റ് റെക്കമെൻഡ് Okay, ചെയ്തിട്ടുണ്ട് അന്ന. Wolf, I have So set your നമുക്ക് route to the road race event. ആ റേസിൽ പോയിട്ട് പങ്കെടുത്ത് വരാം. അതാ കംപ്ലീറ്റ് ആക്കിയാൽ മാത്രം നമ്മൾ റേസിൽ ക്വാളിഫയർ ആവും. ഐ മീൻ റേസിന് ഈവന്റിലേക്ക് ക്വാളിഫൈ ആവും. ഓക്കെ, In 400 yards, you will arrive at your destination. You have arrived at your destination. Shirakawa Circuit Oh. may be on the smaller side, but it makes up for it by being രണ്ട് nice and miles, technical. Want നാല്. to watch your braking points. 4 മൈൽ സിൽവിയാണുള്ളത്. ഞാൻ വിചാരിച്ചു വല്ല ഫ്രീ കാർസ് ഒക്കെ കിട്ടും നമുക്ക്, കുറച്ചെന്തായാലും പാക്ക് പോലെ ഉണ്ടാവും. ഇതിലൊന്നുമില്ല ഗൈസ്. ഇനി കിട്ടുമോ എനിക്ക് അറിയില്ല കേട്ടോ, എന്തായാലും കൊടുത്താൽ കിട്ടുമോ അറിയില്ല, ചെക്ക് ചെയ്ത് നോക്കാം, അറിയില്ല. നമുക്ക് ഇത് വെച്ചിട്ട് പോയി നോക്കാം, ഈ കാറൊക്കെ വെച്ചിട്ട് ആ വളവൊക്കെ എങ്ങനെ തിരിക്കുമെന്ന് എനിക്കൊരു പിടിയില്ല. അത്യാവശ്യം വലിയ റേസ് സ്റ്റാർട്ട്. എല്ലാരും കേറിപ്പോ നോക്കും, ഈ വണ്ടിക്ക് സ്പീഡൊന്നും ഇല്ല. എന്തിത് ഇത് കള്ളക്കളിയാണ് കേസ്. ഈ വണ്ടിക്ക് സ്പീഡിൽ കേറുന്നില്ല. പോണം. ഈ കളി എന്തായാലും കേസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇല്ല, വണ്ടിയൊന്നും മാറ്റിയില്ല. ആകെ 3 വണ്ടി അവർ തന്നുള്ളൂ, ഫ്രീ ആയിട്ട് വണ്ടിയൊന്നും തന്നില്ല. എന്ത് ചെയ്യാനാ? ഈ റേസ് ഈ വണ്ടി ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോകുന്നു
ആ ഒരൊറ്റ ഇടി കൊണ്ട് എല്ലാം അങ്ങ് പോകും. അതാണ് പ്രശ്നം. പിന്നെ അവനെ കയറി പോകുന്ന നോക്കണം സിമ്പിളായിട്ട്. ഞാനിവിടെ കഷ്ടപ്പെടുക. യെസ്, അത് കിട്ടില്ലായിരുന്നു അവള്. അവരെ ഒരുമിച്ചങ്ങ് ഓവർടേക്ക് ചെയ്യാൻ പറ്റിയ സെറ്റായിരുന്നു. അല്ലേ? ഈ ആ ഒരു ഇടിക്കലാണ് നിൽക്കേണ്ടത്. അതാണ് പറയും പ്രശ്നം. ഇത് മിക്ക 6th പൊസിഷനിൽ തന്നെ ഫിനിഷ് ചെയ്യേണ്ടി വരും. ഒന്നും കിട്ടില്ല ഈ കളിയിൽ. അങ്ങനെ തോന്നുന്നു കണ്ടിട്ട്. അവരുടെ പോക്കണ്ടിനെ അങ്ങനെ ഫീൽ ചെയ്യുന്നു. ഓ, ഇടിക്കാണ്ട് പോയാൽ കിട്ടും കൈസ് തോന്നുന്നുണ്ട്. ഇടിക്കാണ്ട് പോയാൽ ചിലപ്പോൾ അങ്ങനെ ഞാനോട് എത്തിക്കാൻ പറ്റും തോന്നുന്നു. പക്ഷെ എന്നാലും അവന്മാർക്കുള്ള സ്പീഡുണ്ട്, അവനോടൊക്കെ സ്പീഡില്ല. ഉണ്ടോ? ഞാൻ മാക്സിമം സ്പീഡിലാണ് പോകുന്നത്, പക്ഷെ കയറാൻ പറ്റുന്നില്ല. ആ രണ്ടിടത്തും തട്ടി മാറ്റിയിട്ട് രക്ഷപ്പെടാൻ പറ്റും നോക്കാം. 4th എത്തി എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി. തേർഡ് എത്തിച്ചു. ഇതിന്റെ മേലെ പോകുന്ന പോലെ കളി കഴിയാനായി. റേസ് ഫൈനലെത്തി, ഫിനിഷ് എത്തി. പക്ഷെ ഈ വണ്ടിക്ക് സ്പീഡില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വേറെ വണ്ടി വേണ്ട വരും. സ്പീഡ് ഉണ്ടായാലും എനിക്ക് എന്തേലും ചെയ്യാൻ പറ്റും. സ്പീഡേ ഇല്ല. വണ്ടിക്ക് സ്പീഡില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമുക്ക് വേറെ വണ്ടി കിട്ടും. നോക്കാം അതിന് ഏത് വണ്ടി പറ്റുമോ എനിക്കറിയാം. അവിടെ വല്ല റെക്കമെൻഡഡ് വണ്ടി വല്ല ഉണ്ടോ നോക്കാം. അല്ലെങ്കിൽ വേറെ ഏത് വേണം. അത് ക്വാളിഫൈ ആവുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് അടിച്ചില്ലെങ്കിലും അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. You're well on your way to the Horizon Invitational. Let's take a look. You can track your progress at Horizon in this rather handy journal May gave us. Have a look through it, and then let's head out. Oh, ഇവിടെ ഇത് look at പ്രോഗ്രസ് ഒക്കെ you. അറിയാൻ Looks പറ്റുന്നു. like you got a reward. എന്തൊക്കെ റിവാർഡ്സ് ഇടുന്നുണ്ട് നോക്കാലോ. 10,000 രൂപ പിന്നെ അതേ ഉള്ളൂ, ഓർമ്മയില്ല. ഇവിടെ എന്താ ഉണ്ട്. There is so much to see in Japan, so this journal will help you track your discoveries. ജപ്പാനിൽ As you എന്തൊക്കെ നമ്മൾ explore, കണ്ടെന്ന് you'll earn മാർക്ക് ചെയ്യാൻ stamps. വേണ്ടിയിട്ടാണ്. Kind of like a diary of your നമുക്ക് journey. സ്റ്റാമ്പ് കിട്ടുന്ന പോലെ Take a ഓരോ look. സ്ഥലത്ത് പോയാൽ എന്തൊക്കെ കിട്ടും. ആ സ്ഥലത്ത് എന്തെങ്കിലും വാങ്ങൂല നമ്മളതുപോലെ. ഇവിടെ 25,000 രൂപ കേട്ടോ. കണ്ടോ, ഇവിടെ If you ഇതൊക്കെ want to എക്സ്പ്ലോർ complete the ചെയ്തുകൊണ്ട് ആ collection, സ്ഥലത്തിൻ്റെ all ഒക്കെ you ഒരു need to know സ്റ്റാമ്പ് is പോലെ right നമുക്ക് കിട്ടും. here. If you want to know more, മനസ്സിലായില്ലേ? you can look further അപ്പം into each item. നമുക്ക് ഓരോ With സ്ഥലത്ത് so much പോകുന്നതിന് to അതൊക്കെ see in അൺലോക്ക് ആവും. Japan, you can keep track right here. Every road leads to discovery. സംഭവം മനസ്സിലായില്ല. അതാണ് അതിൻ്റെ ഒരു ഇത്. Okay, Wolf. What do you want to do now? വെയിറ്റ് ചെയ്യും, നമുക്ക് എന്തേലും കിട്ടിയോ നോക്കട്ടെ. എന്തായാലും വാങ്ങാൻ വല്ലതും പറ്റുമോ. ഹൊറൈസൺ ബാഗ്സ് നേരത്തെ പോയി നോക്കി. ഇതെന്തായാലും 50 എടുത്തൊക്കെ അല്ലേ. എന്താണ് എന്തായാലും കാര്യം. കാർ മാസ്റ്റർ You can use your skill point here to unlock perks. Every car has its own set, offering Oh. unique bonuses. Skill points can be spent on any car you own. ഓക്കെ. ട്രഷർ കാർ. Treasure cars are a one-of-a-kind abandoned cars around Japan. I've got a bunch of photos that might help you zero in on the location. Take a look at this one. It might be nearby. I'm pretty sure a friend of mine used to play golf around here. See the golf carts? Keep an eye out. ഇതിന്റെ ഗോൾ പോർട്ട് കണ്ടോ, നമുക്ക് പോകണം. അപ്പൊ ഈ കാറിന്റെ അവർ ക്ലൂ വരും. നമ്മൾ എന്താ കാർ കണ്ടുപിടിച്ച ആ കാർ നമുക്ക് എടുക്കാം. മനസ്സിലായില്ലേ? Hey, just a thought, but there's no real reason to leave a barn empty, carless.
So why not do a good thing for the next person who stumbles upon this place? Okay, what you thinking? പുള്ളി എന്തോ പറഞ്ഞ കാര്യമായിട്ട് എനിക്കത് മനസ്സിലായത് അതെന്തായാലും കാര്യമാക്കണ്ട. പക്ഷെ ഞാൻ ചില മറ്റേ ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കാർ പാസ് അതൊന്നും നമുക്ക് വാങ്ങാൻ പറ്റില്ല. അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അതല്ല നമുക്ക് ഫ്രീ ആയിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു. ഒന്നും തന്നില്ല. ഓക്കെ, ഇതെന്താ ഇത് ഡേ ട്രിപ്പ് എന്താ സംഭവം ചെയ്യണം? എന്താ ഡ്രൈവിംഗ് ഞാൻ തോന്നുന്നു. ഈ ഒരു റേസ് കൂടി കംപ്ലീറ്റ് Okay, ചെയ്യാം. Wolf. I have set your route to the cross-country race event. Hey, ആ റേസ് കൂടി പോയിട്ട് നമുക്ക് മറ്റേ എന്താ നോക്കാം. അത് എന്തോ ട്രിപ്പ് വല്ലതും പോകാൻ ടൈപ്പാന്ന് തോന്നുന്നു. അത് പോയി നോക്കാം. don't sleep on the radio stations out here. So Okay. much driving music to enjoy. അയ്യോ, Have a scan through. Mind your thing. ഞാനല്ല കൈസ്, അവനാണ് ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്കിതിലൊരു പങ്കുമില്ല. In 400 yards, turn right. ദേ അടുത്തത്. ഇല്ല, കുഴപ്പമില്ല. ഒന്നും പറ്റിയില്ല. Turn right. പക്ഷെ ഫ്രണ്ട് പോകുന്നത് പ്ലെയർ ആണെന്ന് തോന്നുന്നു. റിയൽ പ്ലെയർ ആണ്, ബോട്ടല്ല. In 400 yards, turn left. അയച്ചോ റീച്ച് നമ്മളേതാ പുതിയ സ്ഥലത്ത് എന്താ റോഡിനെ കൊണ്ടുണ്ടേക്കുന്നത്. ആ മറ്റവൻ അടിച്ചിട്ട് പോയാന്ന് തോന്നുന്നു. Turn left. നമ്മളെത്താനായി, റേസിന്റെ സ്ഥലത്തെത്താനായി. You have arrived at your destination. On the Wind Farm cross ഇത് മറ്റേ country, you'll ജിമ്മി be able to അടുത്തിരിക്കും റേസ് changes on മിക്കവാറും. and off the ground. ഞാൻ പറഞ്ഞില്ല Lots of ജിമ്മി surface ആയിരിക്കും. changes, lots of airtime. ഈ വണ്ടിയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോന്ന് അറിയില്ല, നോക്കട്ടെ. ഇത് ഈ വണ്ടി ശരിക്കും ഇങ്ങനെയാണോ അതോ ബിൽഡ് ചെയ്താണെങ്കിൽ ഇതല്ലേ? ഓ, ആ ഇത് സീനായിരിക്കും ഗൈസ്. ഇത് മിക്കവാറും തോന്നിയ പോലെ എനിക്ക് വണ്ടി പോകാൻ തോന്നുന്നു. പക്ഷെ വണ്ടിക്ക് സ്പീഡ് ഉണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചിട്ടേ, അതുകൊണ്ട് കുഴപ്പമില്ല. മറ്റേ കഴിഞ്ഞ റേസ് പോലെയല്ല, ഇതിൽ വണ്ടിക്ക് സ്പീഡ് ഇല്ലായിരുന്നു. ഇതിൽ വെച്ച് വണ്ടിക്ക് സ്പീഡ് ഉണ്ട്, പക്ഷെ കൺട്രോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് സ്പീഡ് ഉണ്ട് അത്യാവശ്യം നല്ല. ആ കൺട്രോളും ഇല്ല, മോശമില്ലാത്ത കൺട്രോൾ ഉണ്ട്. പക്ഷെ ഈ ജമ്പൊക്കെ വരുമ്പോഴാണ് പ്രശ്നം. ലാൻഡ് ചെയ്യുമ്പം എങ്ങോട്ടേലും പോകും. കണ്ടോ ഇതാ വളവിലാണ് എനിക്ക് മെയിൻ പ്രശ്നം വരുന്നത്. എനിക്കല്ല, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. എനിക്ക് ഞാൻ എന്തൊക്കെ പറയുന്നല്ലേ സത്യം, ഞാനത് ആലോചിക്കുന്നു. പക്ഷേ സ്ക്രൂ ടൂൽ എനിക്ക് കുറച്ച് കൺട്രോൾ ഫീൽ ചെയ്തു വണ്ടിയിൽ.
ഞാൻ കളിക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി റേസിൽ കൺട്രോൾ ഉണ്ടായിരുന്നു. ഇതെന്തോ എനിക്ക് അത്ര കൺട്രോൾ ഫീൽ ചെയ്തില്ല. നമ്മളിപ്പോൾ മോട്ടോർ സ്പോർട്ട് കളിക്കാനുണ്ട്. മോട്ടോർ സ്പോർട്ട് അതിൻ്റെ പേരും തോന്നുന്നു, അല്ല മോട്ടോർ ഫെസ്റ്റോ എന്താണ് അതേ കളിക്കുന്ന പറയാനിരുന്നു. അത് വാങ്ങുന്നുണ്ട്, അത് നോക്കാം, അത് കളിക്കും. അതിന് നല്ല കിടല ഇന്റീരിയർ വ്യൂ ഒക്കെ ശരിക്കും നല്ല കിടല ഇന്റീരിയർ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. രണ്ടെണ്ണം എൻ്റെ പുറകെ തന്നെ ഉണ്ട്. ഇപ്പന്മാര് വല്ലാത്ത പ്രശ്നമാണ്. എൻ്റെ തൊട്ട് പുറകിലുണ്ട് രണ്ടെണ്ണം. കണ്ടോ കണ്ടോ, അമ്മമാരെന്നെ തൊട്ടില്ല കണ്ട പോയി. അതാ പോയി, ഞാൻ പറഞ്ഞ അത് മതി. അതാ അവരെ കയറിപ്പോ നോക്കി, സിമ്പിളായിട്ട് കയറിപ്പോന്നു. എൻ്റെ വണ്ടി അവിടെ കഷ്ടപ്പെടും ഇവിടെ കയറാൻ. പുഷ്പം പോലെ കയറിപ്പോയി അവൻ. പക്ഷെ ഇറങ്ങൽ നമ്മൾ അറിയുന്നത് അതാണ്. ഇവിടെ തുള്ളിയപാട് വളവാ വരുന്നതിന്റെ വിശ്വാസം. അത് വലിയ പ്രശ്നമായിരിക്കും. ഇവനെ കൂടെ കിട്ടുവാണ് നമുക്ക് ഫസ്റ്റ് കിട്ടുമായിരുന്നു. തോന്നുന്നില്ല കിട്ടുമെന്ന്. അവൻ അങ്ങനത്തെ പോക്കാ പോകുന്നത്. അയ്യോ, ഇവിടെ വരെ എത്തിയിട്ട് പോയില്ലേ ഗൈസ്. കണ്ട, അവിടെ വരെ എത്തിയിട്ട് പോയി. അയ്യോ, അതും പോയി. അതുവരെ കിടലിനായിട്ട് വന്നായിരുന്നു. അവസാന നിമിഷം കയ്യിൽ നിന്ന് പോയി. ജമ്പായതാണ് പ്രശ്നം. സെറ്റായിരുന്നു അല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. Getting used to a Horizon podium already, are we? Great race. എന്ത് കളിക്കുന്ന അവസ്ഥ. ഓക്കെ, ടൈം അറ്റാക്ക് ടൈം. നമുക്ക് ഇതെന്താന്നോ ട്രൈ നോക്കിയാലോ. എൻജോയ് ഡേ ട്രിപ്പ് അലോങ് കൊക്കോബുവിന്റെ മിന്നാമിനോ ഒക്കെ ട്രൈ നോക്കിയാലോ. അത് എന്തോ ട്രിപ്പ് പോകുന്ന വൈബാണെന്ന് തോന്നുന്നു. I have set your route to the next ആ main പോയത് stage. നമുക്ക് റേസ് നല്ലാന്ന് തോന്നുന്നു. ജസ്റ്റ് ഒരു ട്രിപ്പ് പോലത്തെ പരിപാടിയാണ്. നമുക്കത് പോയി നോക്കാം സംഭവം എന്നറിയാം അല്ലേ. ഏകദേശം ദൂരമുണ്ട് പോവാൻ ഇവിടെ എത്താൻ. ഓ, ജസ്റ്റ് മിസ് അല്ലേ. അത് ഇന്ത്യയിലെ സെറ്റ് ചെയ്യാൻ ഞാൻ കുറേ നോക്കിക്കൊണ്ടത്. ഓക്കെ, ഫോണൊക്കെ ഓർക്കില്ല. അങ്ങനെയൊക്കെ നോക്കാം വണ്ടി ഓടിക്കാൻ അല്ലേ. റോഡ് നിന്ന് കണ്ണേറ്റിയ വണ്ടി പുറത്തേക്ക് പോവാ. ഇതുപോലെ തന്നെ റിയൽ ലൈഫിലും അല്ലേ. ഇനിയും 1.5 മൈൽ ദൂരം ബാക്കിയുണ്ട്. 1.5 മൈൽ. നോക്കാം. അയ്യോ, ഞാൻ വീണ്ടും ശ്രദ്ധ തെറ്റിപ്പോയി. അറിയാതെ വേറെ ഒന്ന് നോക്കിപ്പോയി. ഇതാണ് പ്രശ്നം. നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നോക്കി സ്ക്രീൻ തന്നെ നോക്കണം. അല്ലെങ്കിൽ ഇതുപോലെ കൊക്കയിലൊക്കെ മറയും വണ്ടി.
ഓക്കെ. Turn right. എടുക്കാൻ നോക്കാം, പക്ഷെ പറ്റുന്നില്ല. വളഞ്ഞു വരുമ്പോൾ പിടിച്ചോ. എന്ത് ചെയ്യാനാ? In 400 yards, turn right. Turn right. അമ്മാരൊക്കെ ഇത് എവിടെ? ഓ, ഇവിടെ വണ്ടി ഉണ്ട്. നമുക്ക് ഈ വണ്ടി എടുത്താൽ പോണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇതൊരു ട്രിപ്പാന്ന് തോന്നുന്നു. എന്തോ ചെയ്യണ്ടേ? ഒരു ട്രിപ്പ് പോയാൽ മതി. ഇത് റേസ് എന്നല്ല തോന്നുന്നു. ജസ്റ്റ് ട്രിപ്പ് പോയാൽ മതി. ജപ്പാൻ ഡിസ്കവർ ചെയ്യാൻ പോവാം നമ്മള്. ഡിസ്കവറിങ് ജപ്പാൻ ഡിസ്കവർ ചെയ്യാൻ പോവാം. നോക്കാം. Listen up, day ഇവരെല്ലാരും ഉണ്ടോ? trippers and thrill seekers. I've got a special day trip planned and some very special cars just for today. We ഓക്കെ. will be heading out soon, taking in the lush forests, glistening lakes, and the സ്ഥലം കാണാൻ area's പോകുന്നതാ തോന്നുന്നു magnificent ജപ്പാനൊക്കെ. shrines. And of course, there എനിക്ക് ഈ may വണ്ടി be a nice ഫ്രണ്ടിലത്തെ surprise വണ്ടിയാണ്. lined ഏതാ up വണ്ടി എനിക്കറിയില്ല. if my good friend Jordan manages to keep his word. ഇത് കിട്ടുന്ന വണ്ടിയാണ്. Let's get ready to roll out. ഓ, ഈ വണ്ടി നമുക്ക് തന്നെ മിസ്തുബിഷിന്റെ ഏതോ വണ്ടിയാണ്. Alright, boring rules time. Please stay together. I'd like you to see what I see, and I don't want to lose anyone. I've planned this route meticulously. അങ്ങനെ സ്പീഡൊന്നും ഇല്ല വണ്ടി. ഒട്ടും സ്പീഡില്ല. Go. A നിങ്ങൾക്ക് കാണും UNESCO സ്പീഡ്. World Heritage Site. ഒട്ടും സ്പീഡില്ല. Famous ഒട്ടും for its സ്പീഡില്ല. traditional Gusto-style farmhouses പക്ഷെ ഇത് with പ്രൈസ് അല്ല ഇവിടെ hand-built വിഷയം roofs തോന്നുന്നു. using അതൊരു passed down കുഴപ്പമുണ്ടാവില്ല. through generations techniques. Set in this lush verdant valley, അവൾ എന്തൊക്കെ it's കഥ like പറയുന്നുണ്ട്. stepping into the past. എനിക്കറിയില്ല എന്തായാലും. As we enjoy the day അമ്മേ trip, എന്തൊക്കെയോ I കഥ want you to പറയുന്നുണ്ട്. feel ഈ strong. സ്ഥലത്തിന്റെ So that's why I selected പഴയ this പഴയ convoy of കഥകളൊക്കെയാണെന്ന് തോന്നുന്നു. 4x4 vehicles. ക്ലാര കുറച്ച് സൈഡ് Days വരും. അങ്ങനെക്കോട്ടെ. made to tame any ആ road. അതന്നെ. അയ്യോ പോയി. ഇതാ പ്രശ്നം. ഞാൻ ശ്രദ്ധിക്കാണ്ട് ഓടിച്ചതിന്റെ പ്രശ്നമാണ്. സ്പീഡൊന്നും കേറുന്നില്ല ഇതിന്. സെക്കൻഡ് ഗിയറിൽ എപ്പോഴും ഉള്ളത്. Amongst our Third car gear. selection today is the Mitsubishi Montero. ആ, Or if you're മിസ്തുബിഷി looking at മൊണ്ടേറോ ആണ് നമ്മളെ വണ്ടി. well, funnily enough, it's called the Mitsubishi Shogun. മിസ്തുബിഷി മൊണ്ടേറോ ആണ് കാറിന്റെ പേര്. പക്ഷെ നല്ല രസമുണ്ട് വണ്ടിയാണ്. Prefectures of Japan, but പിന്നെ ഇത് ഇവിടൊക്കെ എങ്ങോട്ടൊക്കെ ഓടിക്കുന്ന ക്ലാര. test of time. അതായത് കാട്ടു പോയി. എവിടെയും പോട്ടെ. This day trip നമുക്ക് is എന്തായാലും. all about the more serene, green, slower-paced Japan. We have one of the world's fastest cities, and with the arrival of the Horizon Festival, it's faster than ever. ജപ്പാൻ ഫാസ്റ്റ് സിറ്റി ആണെന്നൊക്കെയാ പറയുന്നത്. Far away from the fast pace of city എന്താല്ലേ? life. If you take one thing from this day trip, it's to appreciate stillness. Slow down once in a while. ഇങ്ങനെ പറയല്ലോ, പെട്ടെന്നൊക്കെ വളവ് ആയിരുന്നു. ചവിട്ടിയൊക്കെ ഇട്ടല്ലോ. മറ്റേ ക്ലാര കാട്ടപ്പോയ ക്ലാര തിരിച്ചു വന്നോ എന്നറിയില്ല. We have a very special guest with us today, Takehiro-san from Opus FM. Someone who Takehiro-san, does not പുള്ളി need to guest rest ആവുമല്ലോ. or pace. His main mode of transportation is ആരാ? bicycle. But he wanted to try out some day trip driving action and handling it like a pro. ഈ വണ്ടിക്ക് സ്പീഡില്ല ഗൈസ് സത്യം പറഞ്ഞാല്. Watch this sharp right coming up. As you turn in, off to your left, you have a stunning view of the mountain range, perfectly reflected off the lake's surface. ഓ വ്യൂ നോക്കി Take വ്യൂ that നോക്കി വ്യൂ sight നോക്കി. in, everybody. അത് നോക്കാനോട് പറഞ്ഞു ഇപ്പൊ. കണ്ടോ കണ്ടോ കണ്ടോ. Japan has many ancient shrines. Be sure to learn about the customs and rules before you visit. These are places of spirituality, of peace, quiet, and contemplation. Every shrine has its own history. At some, you can pick up a charm that provides protection or brings good fortune in different areas of life, such as health, success, prosperity. A good friend of mine has been renewing them every year. I have one for safety on the road, and it seems to work. Okay, so last corner coming up. And heading onto the bridge where, let me see. Yes, he's here. ആയിരം ഗൈസ് ഇവിടെ. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്തോ കാണാനുണ്ടെന്ന് തോന്നുന്നു. ാണ് അവള് പറയുന്നത്. മെയ് പറയുന്നത്. May
I ഇവിടെ lay out a വണ്ടിയൊക്കെ പുതിയ challenge, a വണ്ടിയൊക്കെ race, വന്നിട്ട് a simple race. ഒരു ബി എം Down to ഡബ്ല്യു ഉണ്ട് this. ഫ്രണ്ടിൽ ഏത് Go വണ്ടി choose. എനിക്കറിയില്ല ബാക്കിൽ Alright, ബി എം I'm ഡബ്ല്യു in. ഒക്കെ ഉണ്ട്. Just so you know, kind of a pro on these roads now, so try to keep up. ഓ ആ വണ്ടി എനിക്ക് കിട്ടി SRT. May says stick together, stay close by, and other catchphrases, but this is Oh, a guys, race, ഇത് കിട്ടില്ല വണ്ടി, so ഇത് കിട്ടില്ല വണ്ടി. ignore all that. ഇത് കിട്ടില്ല വണ്ടി. ഞാൻ അല്ലെങ്കിൽ SUV ഫാനാണ് ഞാൻ. സോ എനിക്ക് SUVs ഭയങ്കര ഇഷ്ടമാണ്. പവർ റേസ് കാറിനേക്കാളും. ഇത് കിട്ടില്ല വണ്ടി, കിട്ടില്ല വണ്ടി. ഇതിന് ഒടുക്കത്തെ സ്പീഡുണ്ട്. ആ അവരെനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ ആക്സിഡൻ്റ് ആയിട്ട് കുഴപ്പമില്ല. ഇവന്മാരെന്ത് കളിക്കുവാണോ ഫ്രണ്ടെന്നൊക്കെ വന്നിട്ട് ടെൻഷനാക്കുക. ഇത് റേസ് ആണോ? പൊസിഷൻ 3/4 കാണിക്കുന്നു. അങ്ങനൊന്നും പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. റേസ് ആയിരിക്കില്ല. When are you gonna drop the hammer, Jordy? I thought you would be long gone. I'm biding my time, waiting for the perfect moment to strike. In a totally chill. ഇത് ഫ്രണ്ട്സ് റേസ് എന്നൊക്കെയാ പറയുന്നത് ലീസ്. അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇവർ ഭയങ്കര ചില്ലായിട്ടുണ്ട് തമ്പി. പക്ഷെ എന്നാൽ നമുക്ക് റേസ് അല്ലേ. അങ്ങനെ ചില്ലാൻ എടുക്കാൻ പറ്റുമോ? അല്ലേ അവൻ കയറിപ്പോയി. വേണേ ചില്ലാൻ എടുക്കാം അല്ലേ? എന്തിനാണ് അങ്ങനെയൊക്കെ എടുത്താൽ മതി. Finish line is close. Winner gets a free day trip pass. നമ്മൾ ചെറുതായിട്ട് ഷോർട്ട് ട്രക്ക് എടുത്ത് വൈസ് ചെയ്ത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമുക്ക് വിജയമാണ് മുഖ്യം. അതെങ്ങനെ ജയിക്കുന്നു എന്ന് ആരും അന്വേഷിക്കില്ല. ഓക്കെ, ജയിച്ചോ ഇല്ലയോ ഇത് എന്നിട്ട് അവള് കയറി പോകുന്നു. പക്ഷെ അവളുടെ BMW നല്ല സ്പീഡുണ്ട് വൈസ്, അതുകൊണ്ടാണ്. പക്ഷെ എന്താ നമ്മൾ ഒട്ടുകൊടുക്കില്ല. നമ്മളെത്തി. Thank you everyone for being such great day trippers. ഇത് നല്ല You've ട്രിപ്പ് been പോയതാ. wonderful guests കൊള്ളാം. and racers. No problem, May. And anytime. Have a safe journey home all, and I'll see you on another nice and chill day trip. ലാറ്റിൻസി 140 MS ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല. ഇത് സ്റ്റാർ ആയിട്ടാണ്. എന്തുകൊണ്ടാണ് ടൈം എത്തിയിട്ടുണ്ടാവില്ല കറക്റ്റ്. റേസ് ക്വാളിഫൈ ഈ റേസ് ഉണ്ടെന്ന് Okay, തോന്നുന്നു. Wolf. ഞാൻ ആ I റേസിനോട് have പോയിട്ട് set your route to the ജയിക്കാൻ nearest നോക്കാം. time attack. നല്ല ഹൊറൈസൺ ക്ലാസിഫൈ ആവുന്ന പറയുന്നത്. Car well. അയ്യോ പോയി. കൊക്കബു റീജിയ നമ്മളവിടെ സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. പുതിയ സ്ഥലങ്ങളൊക്കെ. ഇതൊക്കെ ശരിക്കും ജപ്പാനിലുള്ള സ്ഥലങ്ങളായിരിക്കൂലേ? ആയിരിക്കണം. ആയിരിക്കുമല്ലേ? റോഡ് ഡിസ്കവറി 46 റോഡ് ഡിസ്കവറി എത്ര ഓട്ടം. അത് കൊള്ളാലോ. In 400 yards, turn left. സൺഫ്ലവർ ചാറ്റ് ഇവിടെയാണ് ഹൊറൈസൺ ഫെസ്റ്റ് നടക്കുന്നത്. പക്ഷെ ഇവിടെ ഇപ്പം എനിക്ക് കയറിയിട്ട് കാര്യമില്ല. ലോക്ക്ഡാണ്. കാരണം എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടിയില്ല. ഇൻവിറ്റേഷൻ കിട്ടണമെങ്കിൽ ഞാൻ കുറച്ച് റേസ് ജയിച്ച് ക്വാളിഫൈ ആണ് ഹൊറൈസൺ ഫെസ്റ്റിവലിലേക്ക്. സോ അതിന് വേണ്ടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിനുവേണ്ടി അടുത്ത റേസാണ് നമ്മൾ പോകുന്നത്. In 400 yards, turn ഇത് left. ചിലർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ അറിയാത്ത ആണെന്നുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വെച്ച് പറഞ്ഞ. ഓക്കെ,
അറിയുന്ന സാധനമാണ്. Turn left. In 100 yards, turn left. That's a time attack circuit. Drive through the gantry to start the lap timer. You have arrived at your destination. All right. തുടങ്ങിയോ? Your best lap. ഞാൻ എന്നോട് കയറുമ്പോൾ തന്നെ സ്റ്റാർട്ടായി എന്നൊക്കെ പറഞ്ഞു. എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുക? ടൈം അറ്റാക്ക് ആണ് കേസ്. നമ്മൾ ആ ടൈമിനുള്ളിൽ ഫിനിഷ് ചെയ്യണം, അങ്ങനെ എന്തോ ആണ്. കുഴപ്പമില്ലാന്ന് തോന്നുന്നു, നമ്മൾ ഫ്രണ്ടിലാന്ന് തോന്നുന്നു, അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഓ, ഇങ്ങനത്തെ വൃത്തിയിട്ട വളവ് വരുമ്പോഴാണ് പ്രശ്നം, അല്ല ഒരു കുഴപ്പമില്ല. യൂ ടേൺ ഒക്കെയാണ് എടുത്ത് വെക്കുന്നത്, ഇതാണ് പ്രശ്നം. ടൈം ഞാൻ നോക്കിയില്ലായിരുന്നു, എത്ര ടൈമിലാണ് ഫിനിഷ് ചെയ്യേണ്ടത്. ഇത് മിക്കവാറും കയ്യിൽ പോകുന്നു തോന്നുന്നു. 1 മിനിറ്റ് ആവാനായി. Earned a skill point. സ്കിൽ പോയിന്റ് ഒക്കെ വേണ്ടി വരും, പക്ഷെ അതൊക്കെ അല്ല ഇപ്പോഴത്തെ പ്രശ്നം. ഈ ടൈം അറ്റാക്ക് That's your fast laps and inching closer to the invitational. You got time to ഇതൊന്ന് put a few പോരെ. laps in if you want though. Now, can you better it? Of course you can. അത് ബെറ്റർ ആക്കാൻ പറ്റും നോക്കാനാണ് അടുത്തത് തന്നേക്കുന്നത്. ഇത് ഒരുത്ത ഫ്രണ്ട് പോകണ്ടല്ലോ, അവന് മിഷൻ നിർത്തുവാണ്. നമ്മൾ ഒരുമിച്ച് റേസ് അല്ല കേട്ടോ, അവൻ വേറെ ഞാൻ വേറെ ആറ്റം All right, 6 you're to 9. faster on that split. This Wow. is a great way to see where you've improved. അവനെന്താ പറ്റി, ചെങ്ങി അടിച്ച് ഓഫായി തോന്നുന്നു, അവിടെ കിടക്കുന്നുണ്ട്. -3 എന്ന് പറയുന്നത് ബെറ്റർ ആയിരിക്കൂലേ, ആയിരിക്കണം. ഉള്ളതിനേക്കാൾ ബെറ്റർ ആയി തോന്നുന്നു കുറച്ചും കൂടി. കഴിഞ്ഞ ലാപ്പിനേക്കാൾ ബെറ്റർ -4 സെക്കൻഡ് ആയി ഈ ഇത്. ഈ ലാപ്പ് കുറച്ചുകൂടി ബെറ്റർ ആണെന്നാണ് അവർ പറയുന്നത്. നോക്കാം. പക്ഷെ ഇത് അൺലിമിറ്റഡ് പ്രൈസ് ഇങ്ങനെ ഓടിക്കണം, എന്ത് സംഭവം എനിക്കറിയില്ലത്. Okay, I like it. You just posted a faster lap. ഇത് പിന്നെയും പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒന്നുകൂടി ഞാൻ പോകും, സംഭവം എന്താ എനിക്കറിയില്ല. ഈ വയ്യ മടുത്തു. ഇല്ല, അതിന്റെ ഫാസ്റ്റർ എടുത്ത ചാൻസ് ഇല്ല ഇനി. അത്യാവശ്യം ക്ലീൻ ലാപ്പായിരുന്നു. പിന്നെ വണ്ടി മാറ്റം കണ്ട ഇപ്പൊ തന്നെ. Slower on that split, but now you know that section needs a bit of focus on the next lap. ഇപ്പൊ നമ്മൾ തിരിച്ചു കയറി. നേരത്ത ടൈം കൂടുതലെടുത്തു, പക്ഷെ ഇപ്പോൾ ടൈം പിന്നെയും കുറവിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അധികം ബ്രേക്ക് പിടിക്കണ്ട, എന്നാൽ നമുക്ക് മാക്സിമം കയറിപ്പോവാം. പക്ഷെ അവരൊക്കെ പോകാതെ ബ്ലോക്ക് നോക്കും അല്ലേ, നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവരെ വണ്ടി വേറെയോ, നമ്മളൊരു പാട്ട് ജിമ്മിയും കൊണ്ടാണ് വന്നേക്കുന്നത്. You can keep lapping as much as you like. Whenever you want to move on, stop the car or drive away. ഓക്കെ, ഒരു നിർത്തിയാൽ മതിയായിരുന്നു, എനിക്കറിയില്ല. This is not a drill. We got the call to the Oh, Horizon നമുക്ക് selection കിട്ടി. Invitational. So get that Horizon route set, and ഫെസ്റ്റിവലിലേക്ക് I'll see you there. അങ്ങോട്ട് പോകാനാ പറയുന്നത്. ആര്? മെയ് പോയി നോക്കിയിട്ട് വരാം. ഓ, ഇത് അടുത്താണല്ലോ ഹൊറൈസൺ ഫെസ്റ്റിവൽ. അതിന് ദൂരെയാണ് ഞാൻ, ഇവിടെ അടുത്താണ്. Jordy and I will be at the starting line. അവളവിടെ ഉണ്ടെന്ന് പറഞ്ഞു, ജോർജിയും അവളും അവിടെ ഉണ്ടാവും. What a time to not call back. In 200 yards, നോക്കാം, അവരവിടെ ഉണ്ടാവുന്ന പറയുന്നു. നമുക്ക് അങ്ങോട്ട് പോകാം.
ചെറുതാന്ന് ഫോൺ നോക്കിയതായിരുന്നു. അപ്പോൾ വണ്ടി ഇടിച്ചത് ഇതാണ്. അപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, മനസ്സിലായില്ലേ? ഇങ്ങനെയാവും സിറ്റുവേഷൻ. ഇപ്പോൾ ഗെയിമിലോട്ട് പ്രശ്നമില്ല, ഇപ്പോൾ റിയൽ ലൈഫിലാണെങ്കിലോ അതാണ്. നമ്മളെത്തി ഹൊറൈസൺ ഫെസ്റ്റിലെത്തി. Your destination. ഈവന്റ് എൻ്റർ ചെയ്യാൻ പോവാണ്. The Horizon First in a Invitational trip is ആണോ? a rite of passage for new Horizon drivers. And I had a look at the M2 you'll be driving. Courtesy of the festival, of course. M2 ആണ് നമ്മൾ ഓടിക്കാൻ പോകുന്നത്. നോക്കാം, കാർ നോക്കാം. BMW M2 ആണെന്ന് തോന്നുന്നു. ഓ nice car. കാണുന്നവർക്ക് ഒന്ന് ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതിൽ കമന്റ് ഒക്കെ ഇടണം. അറിയില്ല കാണുന്നുണ്ടെങ്കിൽ. ഓ ഇത് കൈയും റേസ് ആണെന്ന് തോന്നുന്നു ഗൈസ്. പ്രശ്നമാവും മിക്കവാറും. ഡ്രാഗ് റേസ് ആണോ എല്ലാം തോന്നുന്നു. Jordy, where are you? They're closing the gate like now. Running late. I'm sorry, I'll explain later. Just go, we can make it. Jordy, you are. Let's go. അതാരാ ജോർജി ആണോ പോയത്? ഓക്കെ BMW കിടിലം ആണ് കേട്ടോ, സെറ്റ് BMW, ഒന്നും പറയാനില്ല. That was too close, Jordan. We nearly missed out. Tell me about it. മെയ് മാറിക്കും, മെയ് മാറിക്കും, മാറിക്കും, മാറിക്കും. സ്കോട്ട് നമുക്കറിയാം. ഇല്ല ഇല്ല ഇല്ലല്ലോ, ഇല്ല ഇല്ല. ഈ കാർ എനിക്ക് വാങ്ങണം കേട്ടോ, ഉള്ളിൽ വണ്ടി നല്ല കൺട്രോളും ഉണ്ട്, അത്യാവശ്യം നല്ല രസമുണ്ട് ഓടിക്കുന്നു. BMW ആണ്ട് പറയില്ല. ഏതോ സെയിം ആര് കയറിപ്പോയി. അയ്യോ മെയിൻ കയറിപ്പോയി. അയ്യോ BMW എടുത്തതല്ല, ഇത് ഒരു ഈവന്റിന് വേണ്ടി ഓടിക്കുന്നതാണ്. ഞാൻ എടുത്തില്ല BMW, പൈസ ഇല്ല, പൈസ ഇല്ല. എൻ്റെ അല്ല BMW, അവർ കടന്നു തന്നെ ഓടിക്കാൻ. പക്ഷെ BMW കൊള്ളാട്ടോ, ഇതിലെ BMW. ഇവന്മാർക്ക് എവിടുന്ന് വരുന്നത്? ആരെക്കടാ ആ പിക്കപ്പ് പോലത്തെ വണ്ടിന്റെ സ്പീഡ് നോക്കി. അയ്യോ തായ്പോയി തായ്പോയി തായ്പോയി. ഇല്ല BMW കൊള്ളാട്ടോ, നല്ല വണ്ടി, നല്ല കൺട്രോൾ ഉണ്ട്. ആ മറ്റവൻ കയറാൻ നോക്കുന്നുണ്ട്, റേഞ്ച് റോവറും വേറെ എന്തൊരു വണ്ടി. തെറ്റാണ്. 83. അയ്യോ വളവ്. Oh wow, there it is. The festival. ഫെസ്റ്റിവൽ Look down. ഫെസ്റ്റിവൽ എത്തണ്ടേ ഗൈസ്, നമ്മളെത്തി ഫെസ്റ്റിവലിൽ. ഈ വളവ് കഴിഞ്ഞ് ഫെസ്റ്റിവലെത്തി. ദയാ കാണുന്നതാണ് ഫെസ്റ്റിവൽ. ഓ ഫെസ്റ്റിവലുള്ള ഇത് നോക്ക്, എന്തൊക്കെയാണ് സെലിബ്രേഷൻ ആണ് അപ്ഡേക്കുന്നത്. ഓണം ആ BMW ഫ്രണ്ടൊക്കെ കുറച്ച് പോയിച്ച് കുഴപ്പമില്ല, നമ്മളവിടെ അല്ലല്ലോ. ഓ എനിക്കൊന്ന് ഇപ്പം ഡ്രൈവ് ചെയ്ത് എല്ലാവരും ക്വാളിഫൈ ചെയ്യുന്നുള്ളൂ.
അങ്ങനെയാണെന്ന് തോന്നുന്നു. ഓ മൈ ഗോഡ്. ഗയ്സ്, നിങ്ങളിത് കാണുന്നുണ്ടോ? ഏത് ലെവൽ റേസ് ആണ്? ഈ ഹൊറൈസൺ ഫെസ്റ്റിവലിലേക്കാണ് നമുക്ക് എൻട്രി ആയിട്ടുള്ളത്. ടു മേക്ക് ഇറ്റ് കൗണ്ട്. എന്താ റോബോട്ടൊക്കെ ഓടുന്നുണ്ട്, ഏതോ ട്രാൻസ്ഫോമറൊക്കെ ഓടുന്നുണ്ട് അതിനെ കൂടി. അതെന്ത് മിഷൻ ഉണ്ടോ ട്രാൻസ്ഫോമറിനെ റേസ് ചെയ്യാൻ? കണ്ടായിരുന്നു ആരുടെ ലൈവ്. Hey, welcome to the നമ്മളിവിടെ എത്തി. festival. That ഹെലീന, was quite ഇതാണ് a ഹെലീന. drive. Are Okay, all your Helen, races that Helen. exciting? One of the perks of being the boss is that I get to reward drivers who show real potential. So, these are for you. So, your choice. ഓ, നമുക്കൊരു വണ്ടി എടുക്കാൻ പറഞ്ഞു. ടൊയോട്ട ലാൻസർ എവല്യൂഷൻ. നമുക്ക് ലാൻസർ എടുക്കാം അല്ലേ? ടൊയോട്ട എനിക്കറിയുന്നു. നമുക്ക് ലാൻസർ എടുക്കാം. You know what the Evo can do. All surfaces, no drama. വാവ്, If you want a turbo-powered beast, then we have the events to match. എന്തൊക്കെയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനെപ്പറ്റി അധികം അറിയാത്തുണ്ട്. കുഴപ്പമില്ല. വണ്ടി എന്തായാലും An ഓടിച്ചു excellent നോക്കാം. choice. ആ, ലാൻസറിൻ്റെ എടുത്തത്. You'll get to ലാൻസർ drive them all anytime you want. ലാൻസർ ആണ്. ഓ, Your ഏതോ first റിസ്റ്റ് ബാൻഡ് Horizon ഒക്കെ കിട്ടി. wristband. റിസ്റ്റ് Your ബാൻഡ്. key to compete in official Horizon events. First of many on your journey to becoming a Horizon legend. ഇതനുസരിച്ച് നമ്മൾ let's have a നമ്മൾ look at ബെറ്റർ what's ആവുന്നതന്നെ നമുക്ക് next. വേറെ വേറെ റിസ്റ്റ് ബാൻഡ് കിട്ടും തോന്നുന്നു. ഉള്ള റൂക്കിയിലുള്ളത്. റൂക്കിന്റെ ആക്സസ് ഉണ്ടാവും തോന്നുന്നു. To claim this next wristband, you'll need to complete this Horizon Rush. To ഓക്കെ. access it, you'll അപ്പോൾ need to അടുത്തത് prove കിട്ടണമെങ്കിൽ yourself. അടുത്തേം പ്രൂവ് ചെയ്യണം. You'll be in അത് faster, അങ്ങനെയാണ് അതിന്റെ Class B cars, ലോജിക്ക്. and here are the events to match. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ അടുത്ത് ഇതൊക്കെ So what will it be? ജയിച്ചാലാണ് മറ്റേക്കുള്ള ഇൻവിറ്റേഷൻ കിട്ടും. അങ്ങനെയാണ് ഇതിന്റെ ലോജിക്ക്. മനസ്സിലായില്ലേ? റൂട്ടാന്നൊക്കെ പറഞ്ഞു. ഓ, Now you're സ്പിന്നൊക്കെ part of ഉണ്ട്. the Horizon Festival. We'll reward you with wheel spins. All you need to do is spin the wheel and claim your prize. Give it a go. ഓക്കെ, കറക്റ്റ് പ്രൈസ്. ഓക്കെ, ഒരു സ്പിൻ ഉണ്ട്. എന്ത് കിട്ടും നോക്കാം. സുബാറു വിവിയോ ആർഎക്സ് ഒരു കാർ ഇവിടെ ഉണ്ട്. ലാൻസർ ഉണ്ടോ ഇനിയിപ്പോൾ? അത് അടുത്ത ലെവലിന് വേണ്ടി തന്ന വണ്ടിയാണ് തോന്നുന്നു ലാൻസർ. ഇത് കൊള്ളാട്ടോ, നല്ല വണ്ടി. You've arrived at your destination. ഓ ഓക്കെ. ഓ, BMW നമുക്ക് കിട്ടി. BMW നമുക്ക് തന്നവര് സന്തോഷം. ഇത് ഓഫ് റോഡ് ടൈപ്പ് ആണെന്ന് തോന്നുന്നു. നമുക്ക് ഇതെടുത്ത് പോകാൻ ബെറ്റർ. കാരണം അതാണ് കമന്റ് കാണുന്നത്. എടുത്ത് നോക്കാം. BMW തന്നാണ് പറഞ്ഞത്. അവിടെ ലാൻസർ എടുത്താൽ മതിയായിരുന്നു. ഓഫ് റോഡ് അല്ലാന്ന് തോന്നുന്നു. ടെമ്പിൾ ക്രോസ് കൺട്രി. ടെമ്പിൾ ക്രോസ് കൺട്രി നോക്കാം. ഓഫ് റോഡ് ആണെങ്കിൽ ഈ വണ്ടി ആയിരിക്കും ബെറ്റർ. റോഡാണെങ്കിൽ മറ്റായിരിക്കും ബെറ്റർ. സ്പീഡ് ഉണ്ടോ എന്ന് അറിയില്ല. ഇതിന് സ്പീഡില്ല. ഇതിന് സ്പീഡില്ല. കണ്ടോ, അതാ എൻ്റെ സെയിം വണ്ടി കയറി പോകുന്നത്. എന്താ? ആ, ഇത് ഓഫ് റോഡാണ്. ഇതെന്ത് സെയിം വണ്ടിയാണ്, അവന് മാത്രമാണ് സ്പീഡ് കൂടിയത്. ഫുൾ അഴിമതിയാണ്, ഫുൾ അഴിമതിയാണ്. ലാൻസർ എടുത്താൽ മതിയായിരുന്നു. ശരിയാ, ഈ പുല്ല് വണ്ടി എങ്ങോട്ട് പോയതുകൊണ്ട് ഞാൻ ബാക്കോട്ടാണ് പോകുന്നത് തോന്നുന്നു. അമ്മമാർക്ക് മുമ്പോട്ട് വിട്ടു കൊടുക്കില്ല നമ്മൾ. കമോൺ. ഇല്ല കൈസ്, നമുക്ക് കിട്ടി. ഈസി 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 ഈസി. അത്രേ ഉള്ളൂ. പോടാൻ എല്ലാവന്മാരും പോണം.
ഫോർത്ത്. ഓഫ് റോഡിൽ നീയൊക്കെ എന്താണ് വിചാരിച്ചത് ഉണ്ടാക്കാൻ പറ്റുമെന്നോ? പക്ഷെ അവൻ കട്ട കോമ്പറ്റീഷൻ ഉണ്ടോ? അതായത് വണ്ടി ഉണ്ട്, അവൻ കട്ടയായിട്ട് വരുന്നുണ്ട് കട്ടത്. കുഴപ്പമില്ല. ഫസ്റ്റ് എത്തി. അയ്യോ പോയി. ഇതൊക്കെയാണ് പ്രശ്നം. ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് പ്രശ്നം. സെക്കൻഡ് അല്ലേ, കുഴപ്പമില്ല, നോക്കാം. ഇതെന്തത്? ഞാൻ ഒന്നും ചെയ്യുന്നില്ല, അവന്മാർ വെറുതെ കയറ്റി പോവാം. കാരണം നൈട്രോ ഒന്നും കാണുന്നില്ല. എന്തായാലും മുമ്പ് കയറി നൈട്രോയും കാണുന്നില്ല, നാക്കും കാണുന്നില്ല. കുഴപ്പമില്ല. നൈസ്. പോടാ. ഓ, അത് കുറച്ച് കോസ്റ്റ് ആയിപ്പോയി ഗൈസ്. ആ വളവ് തിരിഞ്ഞത് ഒരൊറ്റ വളവ് കാരണം. ഫസ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ ഫിഫ്ത്ത് എത്തി. അതാണ് പ്രശ്നം. ഇനി ഈ കളി കിട്ടുമെന്ന് തോന്നില്ല, ബിക്കോസ് ടൈം കഴിഞ്ഞു. കണ്ടോ, ഞാൻ ഫസ്റ്റ് ആയിരുന്നു, ഒരൊറ്റ വളവ് കാരണം പോയത്. ഇതൊക്കെ ഒന്നുകൂടി ഓടിച്ചു നോക്കിയല്ലോ, ഇതെനിക്ക് ജയിച്ച പറ്റും. ബിക്കോസ് നല്ല പേസ് ആയിരുന്നു. ആ ഒറ്റ വളവ് കാരണം പോയത്. ഈ വണ്ടി തന്നെ കിട്ടും, നോക്കാം. ഒന്നുകൂടി ഓടിച്ചു നോക്കാം. ഇത് കിട്ടേണ്ടതാണ്. ഷിമനോയാമ റീച്ച്. ഷിമനോയാമ. നോക്കാം. ആ വളവിൽ നിന്ന് ചവിട്ടി കിട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ നൈസായിട്ട് കിട്ടുമായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ നോക്കാം. മാക്സിമം അബദ്ധം ഒന്നും കാണിക്കാണ്ട് പോവാം. നമ്മൾ വളവിലൂടെ നൈസായിട്ട് ഒടിച്ച് കിടത്താൽ മതി. അധികം കയറാന്ന് പോണ്ട. ഉണ്ടാ, നമ്മൾ ഏറ്റവും ചെറിയ പാത്രങ്ങൾ ചൂസ് ചെയ്താൽ മതി. അവ തട്ടി നമ്മൾ സൈഡിലേക്ക് പോവാ. ഇതാണ് മെയിൻ പ്രശ്നം ഇവിടുത്തെ. ആരിക്കണം. അയ്യോ, ചെക്ക് പോയിന്റ് മിസ്സായി ഗൈസ്. അവന്മാർ നമ്മുടെ കൂടെ വരും, അതൊരു കുഴപ്പമില്ല. പക്ഷെ ഓൺലൈൻ ഗെയിമാണ് അങ്ങനെ വരുന്നെങ്കിൽ തോന്നുന്നില്ല. അങ്ങനെ ഓൺലൈൻ റേസ് ആണ് ഇത്. ഈവെന്റിലെ ബോട്ട് റേസ് ആയതുകൊണ്ടാണ് അവന്മാർ ബാക്കോട്ട് വന്നത്. ഇല്ലെങ്കിൽ ബാക്കോട്ട് വരില്ല. അത് കുഴപ്പമില്ല. പിടിക്കാം. ഒന്നടിക്കുമ്പോൾ കണ്ടാമാര് മുഴുവൻ കയറി വന്നു. നേരത്തെ ഇവിടുന്ന് ചെറുതായിട്ട് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് നല്ല പവർ ഒക്കെ ഉണ്ട്. സുഖമായിട്ട് ഇരിക്കാം. സെയിം വണ്ടിയാ, എന്നിട്ട് അവന് ഇതല്ലേ. ഏത് വണ്ടി ഇങ്ങനെ ഏതാ? നൈസായിട്ട് വന്നു, നൈസായിട്ട് വളവ് കിട്ടി. മെയിൻ വളവുണ്ട് അവസാനം, ഫിനിഷിംഗ് പോയിന്റ് അടുത്ത്. ആ വളവിലാണ് പ്രശ്നം വരിക. റോഡ് കയറുമ്പോൾ ഒരു വളവുണ്ട്. ഇവിടെ ഇത് തുള്ളി കഴിഞ്ഞ് ജമ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു. ആ വളവാണ് നേരത്തെ പോയത് സാധനം. അയ്യോ,
കയ്യിൽ നിന്ന് പോകാൻ വിചാരിച്ചിട്ടുണ്ട് ജമ്പായപ്പോ. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഫസ്റ്റ് എടുക്കുന്ന പറഞ്ഞാൽ എടുത്തു, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. നല്ല എടുക്കുന്നതാണ് എടുത്തിരിക്കും. അത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു കിട്ടുമെന്ന്. ഒരു ട്രൈ കൂടി ചെയ്താൽ. glitch winner. Okay, Wolf. What do you want to do next? ഇതൊക്കെ റെക്കമെൻഡ് ഇവന്റ് പറയുന്നു. സ്പോർട്സ് കാർ. Okay, Wolf. I have set your route to the dirt race event. Hey, I know we just got our first wristbands, but I'm already excited for the next. The only thing standing in the way is that Horizon Rush event. We've got work to do. അടുത്ത ഹൊറൈസൺ റഷ് ഇവന്റ് തീർത്താലാണ് നമുക്ക് ഇത് കിട്ടുക. എന്ത് അടുത്ത റെസ്റ്റ് ഇവന്റ് കിട്ടും. ഓക്കെ, പക്ഷെ ഹൊറൈസൺ റഷ് ഇവന്റിന് ആദ്യം നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ വേറെ കുറച്ച് റേസ് ജയിക്കണം. മനസ്സിലായില്ലേ? ഞാൻ നിൽക്കടാ, പോകാൻ അടുത്തത്. സബ്ഡേറക്സ് ആ CR എന്താ എനിക്കറിയില്ല കേട്ടോ. അത് കാർ ഫോർ സെയിലാന്ന് തോന്നുന്നു കേട്ടോ. CR നമുക്ക് നോക്കിയിട്ടല്ലോ. ഒരു മിനിറ്റ്, ചിലടത്ത് കാർ ഇങ്ങനെ സെല്ല് ചെയ്യാണ്ടിട്ടുണ്ടാവും ഇതിന്റെ കടേൻ്റെ കൊടുത്ത്. അതാണ് തോന്നുന്നത്. നോക്കിട്ടോ, കണ്ടോ കണ്ടോ കണ്ടോ, ഫോർ സെയിൽ. എന്താ വരാൻ നോക്കട്ടെ, സംസാരിച്ച് നോക്കാം. You can find them here and there. The previous owner would have modified it, but is now looking to sell it on at a good price. What do you think? One for the collection? ഇതിപ്പോ വേണ്ടല്ലോ കണ്ടോ. പക്ഷെ ഇങ്ങനത്തെ പരിപാടി ഉണ്ട്, മനസ്സിലായില്ല, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു. അപ്പൊ അങ്ങനെ നമുക്ക് ചെറിയ പൈസ കാർ കിട്ടും. അവിടെ തന്നെ $8,000 ഡിസ്കൗണ്ട് കിട്ടുമല്ലോ കാർ. നോർമൽ സെല്ലിനായിട്ട് $30,000, പക്ഷെ $22,000 കാർ അവിടെ കിട്ടും. നമുക്ക് അവിടെ ഡിസ്കൗണ്ടിന് അങ്ങനെ വണ്ടി എടുക്കാം. You found a mascot. It smashed it, of course. There's a unique mascot flavor in each region. They offer up credits too. So, ഞാൻ അറിയാണ്ട് എന്തൊക്കെ സ്മാഷ് എന്നൊക്കെ പറഞ്ഞു. you know what to do. അറിയില്ല എന്തോ പറഞ്ഞ വിളിക്കും. ഇത് ലാൻസർ വെച്ച് റേസ് ചെയ്യാൻ പറ്റും. നോക്കാം ലാൻസർ അങ്ങനെ നോക്കാം. റേസിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്, അതാണ് സംസാരിക്കുന്നത്. ലാൻസറൊക്കെ കൊള്ളാം കേട്ടോ, സ്പീഡ്. പക്ഷെ വളരെ ഞാൻ കുറച്ചുകൂടി ബെറ്റർ ആവേണ്ട ആവശ്യമുണ്ട്. വളരെയാണ് എൻ്റെ കയ്യിൽ വന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് പഠിക്കണം. ഗെയിം മെക്കാനിക്സ് ഡിഫറൻ്റ് ആണ് ഞാൻ കളിച്ച ക്രൂവിൽ നിന്ന്. ഞാൻ ക്രൂവിൽ ഓടിക്കുന്ന ഇതിലാണ് ഓടിച്ചു പോകുന്നത്. അതാ പ്രശ്നം. അതിൽ എനിക്ക് ഡ്രിഫ്റ്റ് ചെയ്യാൻ എളുപ്പമായിരുന്നു. സോ അതിലെ മെത്തേഡിൽ വർക്കാവുന്നില്ല. സോ ഇതിന് വേറെ തന്നെ അതിൻ്റെതായ ഡ്രിഫ്റ്റിംഗ് മെക്കാനിസം പഠിക്കേണ്ടി വരും.
എല്ലാ മരം പുറത്തുണ്ട് ഗൈസ്. അടുത്തുള്ള ലെവലാണ്. ഓ അത് ഡിക്കാണ് നമ്മൾ നൈസായിട്ട് ആ യൂട്ടാണ് നമ്മൾ എടുത്തത്. ഒരു ചെറിയ തട്ടടിച്ച് കുഴപ്പമില്ല. പക്ഷേ വല്ലാത്ത വളമായി പോയി. നല്ല ശ്രദ്ധയിലും പെട്ടില്ല, മാപ്പിൽ നോക്കിയില്ല. കുഴപ്പമില്ല. സ്റ്റിൽ വി ആർ ഇൻ ഫസ്റ്റ് പൊസിഷൻ. ആ ഒരു ഇടി വല്ലാണ്ട് അഫക്റ്റ് ചെയ്തോ ഡൗട്ടില്ല. കുഴപ്പമില്ല. അവന്മാരും അടപ്പ് മേടിച്ചെന്ന് തോന്നുന്നു. ഇല്ല അവന്മാരൊക്കെ ദൂരെ. കുഴപ്പമില്ല. പക്ഷെ അവന്മാർ കത്തിച്ച് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ജയിക്കും ഗൈസ്, ജയിച്ചിരിക്കും. വിഷയമില്ല, ഈസി ആയിട്ട് ജയിക്കും. ഞാൻ പറഞ്ഞു ഈസി ജയിക്കും, ഒരു കുഴപ്പമില്ല. ഈസി. ഈ ഒരു ഇവനുള്ളിൽ ജയിച്ചാൽ നമ്മൾ Horizon ഇവന്റിലേക്ക് പാസ് Okay, Wolf. ഇൻവിറ്റേഷൻ I've കിട്ടും set തോന്നുന്നു. your route to നോക്കാം. the road race event. Turn around when it is safe to do so. ഡ്രിഫ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം, പക്ഷെ വർക്കായില്ല. 200 yards. Turn right. ഒന്നുമില്ല. Turn right. ഹാൻഡ് ബ്രേക്ക് ഇടുന്നത് ശരിയാണല്ലോ. Turn left. ഹാൻഡ് ബ്രേക്കിന് ഉദ്ദേശം ഇതാണ് ബെറ്റർ. റിവേഴ്സ് നിൽക്കുമ്പോഴാണ് കുറച്ച് ബെറ്ററായിട്ട് ഡ്രിഫ്റ്റ് ആവുന്നത്. Hey, remember that Nissan Figaro my uncle had in the UK? Well, he mentioned he saw one around here. Check the clip. ഒരു ഫയലും കൂടി ഉണ്ട്. ഈ റേസ് കൂടി ജയിച്ചാൽ നമ്മൾ ഐ തിങ്ക് മറ്റേ ഹൊറൈസണിൻ്റെ അടുത്ത റേസിലേക്ക് ഇൻവിറ്റേഷൻ കിട്ടും. അതുപോയി ജയിച്ചാൽ നമുക്ക് അടുത്ത റിസ്റ്റ് ബാൻഡ് കിട്ടും. ഓക്കെ, നമുക്ക് നോക്കാം. ജയിക്കേണ്ടതാണ്, നോക്കാം. ജയിക്കേണ്ട ആവശ്യമുണ്ടെന്നല്ല, ജസ്റ്റ് എന്തെങ്കിലും പോയിന്റ്സ് ഒപ്പിച്ചാൽ മതി തോന്നുന്നു. ഫസ്റ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫസ്റ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അല്ല, റിസ്റ്റ് ഞാൻ സെറ്റ് ആയില്ല. പക്ഷെ ഞാൻ ബ്രേക്ക് പിടിച്ചില്ലായിരുന്നു എൻ്റെ പരിപാടി. അതാണ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ഫോണും നോക്കിയായിരുന്നു. ഇവിടെ കണ്ടു. ഇപ്പോൾ ഓക്കെ അല്ലേ? ശ്രദ്ധിച്ച് നമുക്ക് ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷെ പറ്റുന്നൊക്കെ ഉണ്ട്. പക്ഷെ പ്രാക്ടീസ് വേണം. ഡൈക്കോക്കോ സർക്യൂട്ടാണ്. നോക്കാം ഇങ്ങനെ ഉണ്ടോ നോക്കാം. ഓ, ഇത് സിൽവേ ഉണ്ട്, ഇതുണ്ട്. ഇതിനാണ് കുറച്ച് പവർ കൊടുക്കാനുള്ളത്. അടുത്തൊക്കെ ഇതും കൂടി ജയിക്കുവാണെങ്കിൽ ചിലപ്പം ഇൻവിറ്റേഷൻ കിട്ടും അടുത്ത ഹൊറൈസൺ ഇവന്റിലേക്ക് പോവാം. എന്നിട്ട് അവിടെ പോവാം.
ഇപ്പോൾ 2 ലക്ഷമായി കയ്യിൽ. പൈസ ഉണ്ട് കയ്യിൽ ഇപ്പം, പക്ഷെ 2 ലക്ഷം രൂപ. ഒരു വൃത്തിയായിട്ട റോഡാന്ന് തോന്നുന്നു, അറിയില്ല. ഇത് അവനെ കയറി പോകണം. ഇവനൊക്കെ എന്ത് കണ്ണ് ചോരയുണ്ടോ ഇവിടെ? അതിൻ്റെ കൂടെ നിർത്തുന്നത് ഇടിക്കുകയും ചെയ്യുന്നു. ഒന്നാമത് ഓടിക്കാൻ അറിയില്ല, അപ്പോഴാണ് കണ്ടവന്മാർ വന്ന് ഇടിച്ചുകൊണ്ട് വെക്കുന്നത്. ആരെയൊക്കെ അങ്ങോട്ട്, ഞാൻ പോട്ടെ. താങ്ക് യൂടാ, ഞാൻ അവിടെ പിടിക്കുമായിരുന്നു. തൊട്ടൊന്ന് രക്ഷപ്പെട്ട് സത്യം പറഞ്ഞാൽ. ആരെക്കടാ? ഓ, ഇത് മറ്റേ ചങ്ങായി ബോയ് നൈഫ്. ഗൈസ്, ഇവനെ നിങ്ങൾക്ക് അറിയില്ലേ? മറ്റേ വൃത്തിയായിട്ടൊരു ബോട്ട്, ഇവർ കണ്ടവരൊക്കെ ഉപദ്രവിക്കുന്ന ബോട്ടാണത്, ബോയ് നൈഫ്. നിങ്ങളെ കേട്ടിട്ടുണ്ടാവും ഇൻസ്റ്റയിലൊക്കെ. ചങ്ങായി വൈറലാണ് ബോയ് നൈഫ്. ആ പെട്ടെന്നൊക്കെ എവിടുന്നെങ്കിലും വന്ന് നമ്മൾ ജയിക്കാൻ പോകുന്ന നമ്മളെ തോൽപ്പിക്കും. നമ്മുടെ ലക്ഷ്യം അതാണ്. നമ്മൾ ആരും കേട്ടില്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കാൻ മതി, കിട്ടും. ചങ്ങായി വൈറലാണ് ബോയ് നൈഫ്. അവൻ വല്ലാണോ അറിയില്ല, അല്ലാണ്ട് ഇത്ര കൃത്യമായിട്ട്. അത് റിയൽ പ്ലെയർ ആണോ അറിയില്ല. ആ പേരിലൊരു പ്ലെയർ ഉണ്ട്, അത് റിയൽ പ്ലെയറിലാണോ അതോ മറ്റേ വെറും ബോട്ടാണോ എന്ന് എനിക്കറിയില്ല. ആ ഒരു സംഭവം ഉണ്ട്, ഇഷ്യൂ ഉണ്ട് അങ്ങനെ. 2 ലാപ്പുണ്ട്, സെക്കൻഡ് ലാപ്പ് എത്തിയല്ലേ. ആ ഒരു ഹാർഡായിട്ട് അടിക്കുമ്പോഴാണ് വണ്ടിയുടെ സ്പീഡ് അങ്ങ് കുറയുന്നത്. ഓക്കേ, ഇത് കുറെ ഓടാനുണ്ടോ? അതിൻ്റെ എത്താനായി. സെക്കൻഡ് ലാപ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി 1 മിനിറ്റ് പോകാനുണ്ട്. ഉമ്മാരാണ് തൊട്ട് പുറത്ത് തന്നെ ഉണ്ട് എല്ലാം നേരം നിൽക്കുന്നത്. ചെക്ക് പോയിന്റ് മിസ്സായി. ഇതാണ് അവിടെ മിസ്സായത്. ഓ, ഇവിടെയാണ് പോയിന്റ്. ഞാൻ ആ ഷോട്ടിനെ കയറി പോയതാ. എന്താ ചെയ്യാല്ലേ? പക്ഷെ ഓൺലൈൻ റിയൽ റേസിംഗ് ആയി നടക്കൂല. നമ്മുടെ ഇവന്റ് പോകും, ബാക്കിയുള്ളവർ മുമ്പോട്ട് പോകും. ഇത് ബോട്ടായതുകൊണ്ട് മാത്രമാണ് അവരും നമ്മളോട് ഇവന്റിൽ വരുന്നത്. അത് റിയൽ പ്ലേയേഴ്സ് നമ്മളോട് ഇവന്റിൽ വരില്ല. ഓക്കെ, ഈസി 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 ആയിട്ട് ജയിച്ചു. സത്യം പറഞ്ഞാൽ ഈ സെക്കൻഡ് ഇവന്റിലേക്ക് വന്ന